പ്രിയപ്പെട്ട സഖാക്കളെ, ആദ്യമായി വളരെ സചേതനമായ ഇത്തരമൊരു ഗ്രൂപ്പിൽ വളരെ സങ്കീർണമായ ഒരു വിഷയം അവതരിപ്പിക്കാൻ എന്നെ ക്ഷണിച്ചതിന് നന്ദി പറയുകയാണ്. ഈ ക്ലാസ് ഞാൻ അധികമൊന്നും എടുക്കാത്തൊരു വിഷയമാണ്, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ. ഏതായാലും ഒന്നോ രണ്ടോ ക്ലാസ്സാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 2 ക്ലാസ്. ഏതായാലും ആ ക്ലാസ് കേട്ടവരിൽ നിന്നുള്ള അഭിപ്രായമാണ് പ്രശാന്തിനെ പോലെയുള്ള സഖാക്കൾക്ക് എന്നെ ക്ഷണിക്കാനുള്ള ധൈര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ കൂട്ടായ്മയിലെ അധ്യക്ഷൻ സഖാവ് ഉണ്ണികൃഷ്ണൻ നരമംഗലം, അതുപോലെ തന്നെ സെക്രട്ടറി ഗിരീഷ് എടപ്പാൾ, മുഴുവൻ ആളുകളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ആരംഭിക്കുകയാണ്. സഖാവ് പ്രശാന്ത് ഇവിടെ വായിച്ച ഗിരീഷ് എടപ്പാളിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് വളരെ ആവേശോജ്വലമായ ഒരു അനുഭവമാണ് നമുക്കുണ്ടാക്കിയിട്ടുള്ളത്. ആ ഗിരീഷ് എടപ്പാളിനെ അഭിവാദ്യം ചെയ്യുകയാണ് നിങ്ങളുടെ സെക്രട്ടറി. മഹാനായ മാർക്സ് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ തന്നെ 1818 മെയ് 5-ാം തീയതി ജനിക്കുകയും 1883 മാർച്ച് 14, അതായത് ഇന്നേ ദിവസം 65 വർഷത്തെ ജീവിത യാത്ര പൂർത്തിയാക്കിക്കൊണ്ട് ഈ ലോകത്തെ വിട്ടുപിരിഞ്ഞ ഇത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. റഷ്യയിൽ ജനിച്ച് പഴയ ജർമ്മനിയിലെ ഒരു പ്രത്യേക പ്രവിശ്യയിൽ ജനിക്കുകയും 45ഓടുകൂടി ആ രാജ്യം തന്നെ ഇല്ലാതാവുകയും പിന്നീട് അങ്ങോട്ട് 83 വരെ സ്റ്റേറ്റ്ലെസ്, രാജ്യമില്ലാത്ത ആളായി ജീവിച്ച മാർക്സ് സത്യത്തിൽ രാജ്യമില്ലാത്ത ആൾ തന്നെയാണ്. രാജ്യങ്ങളുടെ അതിർത്തി ലംഘിച്ചുകൊണ്ട് അതിർത്തിക്കതീതമായി ലോകത്താകമാനം തന്നെ തൻ്റെ രാജ്യമാണെന്നും ലോക തൊഴിലാളി വർഗങ്ങൾ ആകെ തന്നെയും എൻ്റെ വർഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചു മരിച്ച, അവർക്ക് വേണ്ടി 10-30 വർഷക്കാലം ബ്രിട്ടീഷ് ലൈബ്രറിക്കുള്ളിൽ ജീവിതം ഹോമിച്ച മാർക്സിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേറ്റ്ലെസ് എന്ന പദവി ആലങ്കാരികമല്ല. തൻ്റെ ജീവിതകാലത്ത് വിവിധ രാജ്യങ്ങളിൽ പലായനം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം ബ്രസൽസിൽ, അതുപോലെ തന്നെ ഫ്രാൻസിൽ, ഏറ്റവും ഒടുവിൽ ഇംഗ്ലണ്ടിൽ വെച്ച് ആണ് മഹാനായ മാർക്സ് നമ്മെ വിട്ടുപിരിയുന്നത്. നമ്മെ എന്ന് പറയുന്നത് ഈ മനുഷ്യ രാശി ആകെ തന്നെ എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മളന്ന് ജീവിച്ചിരിപ്പില്ല. എങ്കിലും മനുഷ്യരാശി ആകെ തന്നെ വിട്ടുപിരിയുന്നത് 1883 ഈ മാർച്ച് 14-ാം തീയതിയാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ ഈ ലോകത്തെ മാറ്റിമറിച്ച മഹാരഥന്മാരിൽ പ്രഥമഗണനീയൻ തന്നെയാണ് മാർക്സ്. ഈ മാർക്സിൻ്റെ ഓർമ്മദിനത്തിൽ സഖാവിന് 100 ചുവപ്പൻ ഹാരങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. മാർക്സിസ്റ്റ് ദർശനം എന്ന ഈ ക്ലാസ് എടുക്കുമ്പോൾ കുറേയേറെ ഇത്തരം ഒരു ദിവസം എടുക്കുമ്പോൾ തന്നെ ഏറെ ചാരിതാർത്ഥ്യം അനുഭവപ്പെടുന്നുണ്ട്. ഇത് എത്രത്തോളം നിങ്ങളുടെ ഈ ഗ്രൂപ്പിനകത്ത് സ്വീകരിക്കപ്പെടുമെന്നുള്ളത് എൻ്റെ ചിന്താ വിഷയമല്ല. കാരണം വളരെയേറെ ബുദ്ധിജീവികളായ എന്ന് ഗണിക്കപ്പെടാവുന്ന തരത്തിലുള്ള ആളുകൾ കൂടെ, അല്ലെങ്കിൽ പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വങ്ങളും അതുപോലെ തന്നെ കമ്മിറ്റികളിലും പ്രവർത്തിക്കുന്നവരുടെയിൽ ഈ കഴിഞ്ഞ 25 വർഷമായി പ്രവാസ ജീവിതം നയിക്കുന്ന എന്നെപ്പോലെയുള്ള ഒരാളുടെ ക്ലാസ് എത്രത്തോളം സ്വീകരിക്കപ്പെടുമെന്നത് സംബന്ധിച്ച് ഞാൻ സംശയിക്കുന്നുണ്ട്. ഏതായാലും മാർക്സിയൻ ദർശനങ്ങൾ എന്നാണ് ഈ ഹെഡിങ്. പ്രശാന്ത്, സ്വാഗതം പറഞ്ഞ പ്രശാന്ത് സഖാവ് ഞങ്ങളുടെ നാട്ടുകാരനാണ്, ഉജ്ജത്തുകാരനാണ്, വള്ളിക്കാടാണ്. സഖാവ് ഈ കാർഡ് എനിക്ക് അയച്ചു തരികയും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറയണമെന്നൊക്കെ പറഞ്ഞതാണ്. ഒറ്റ നോട്ടത്തിലൊന്നും കാണാത്തത് കൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിമർശനപരമായി പറയുന്നതല്ല. മാർക്സിസ്റ്റ് ദർശനങ്ങൾ എന്നത് ഒരു പ്ലൂറൽ,
അല്ല ഒരു ബഹുവചനമായി ഉപയോഗിക്കേണ്ടതാണോ എന്നൊരു സംശയമുണ്ട്. വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. കാരണം മാർസിയൻ ദർശനങ്ങളെന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കള്ളിയിൽ ഒരു ചതുരത്തിൽ ഉൾപ്പെടുത്താൻ മാത്രം കഴിയുന്ന ഒരു സാധനമല്ല. മാർസിൻ്റെ ദർശനത്തിൽ ചരിത്രപരമായ ദർശനങ്ങളുണ്ട്, മേൽക്കൂര അടിത്തറ സിദ്ധാന്തങ്ങളുണ്ട്, അതിൻ്റെ എല്ലാം വികാസ പരിണാമങ്ങളായിട്ടുള്ള മൂലധനം വരെയുമുള്ള അതിൻ്റെ അർത്ഥശാസ്ത്രപരമായ തലമുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ദർശനങ്ങളെന്ന് പൊതുവിൽ പറയാം. ഏതായാലും മാർക്സിസ്റ്റ് ദർശനം എന്ന നിലക്കാണ് നാം ഇതിനെ പൊതുവിൽ കാണുന്നത്. എന്താണ് മാർക്സിസ്റ്റ് ദർശനം എന്ന് പരിശോധിക്കുന്നതിന് മുമ്പ് ഈ ഹെഡിങ്ങിലുള്ള മാർക്സും ദർശനവും എന്നതിനെ രണ്ടാക്കി കാണാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ദർശനം എന്തെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മാർക്സിസ്റ്റ് ദർശനം എന്തെന്ന് പഠിക്കാൻ വേണ്ടി കഴിയുകയുള്ളൂ. ദർശനം എന്ന് പറയുന്നത് സംബന്ധിച്ച് ഈ ഗ്രൂപ്പിലുള്ള പലർക്കും പല രീതിയിലുള്ള അറിവും ഉണ്ടാവും എന്നുള്ള ഒരു തർക്കവുമില്ല. എങ്കിലും ഒരു തുടക്കം എന്ന നിലക്ക് അത് പറയാതെ പോകാനും കഴിയില്ല. ദർശനം എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയെയും മനുഷ്യനെയും അതോടൊപ്പം തന്നെ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ദർശനം എന്നുള്ളത്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. ആ ദർശന ശാസ്ത്രത്തിനകത്ത് രസതന്ത്രമുണ്ട്, ഭൗതിക ശാസ്ത്രമുണ്ട്, അഥവാ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബോട്ടണി സസ്യശാസ്ത്രം, ബയോളജി ഉണ്ട്, ജ്യോതിശാസ്ത്രമുണ്ട്. മുഴുവൻ ശാസ്ത്രങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ദർശനം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേവലമായ ശാസ്ത്രശാഖയിൽ ഊന്നി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ശാസ്ത്രശാഖ മാത്രമാണ് അവരുടെ പ്രവർത്തന മേഖല. എന്നാൽ ആ ശാസ്ത്ര മേഖലയിൽ നിന്ന് പുറകെ ഒരു അടി പുറകോട്ട് മാറി നിന്ന് മുഴുവൻ ശാസ്ത്ര മേഖലകളെയും നോക്കിക്കാണുന്നവരാണ് ദാർശനികരെന്ന് നമുക്ക് ചുരുക്കി പറയാൻ വേണ്ടി കഴിയും. അപ്പം ദർശനങ്ങൾ എന്ന് പറയുന്നത് ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ്. എന്താണ് ദർശനം? ഞാൻ നേരത്തെ പറഞ്ഞു, പ്രകൃതിയും മനുഷ്യനും, പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് മനുഷ്യൻ. പക്ഷെ മനുഷ്യനൊരു സവിശേഷതയുള്ളത്, മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മൃഗമാണ്. അത് പ്രത്യേകിച്ച് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ മുഴുവൻ വിശദീകരിച്ച് പോകുമ്പോൾ ഈ ഒരു സമയം ഒരു പ്രശ്നം തന്നെയാണ്. ഏതായാലും മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധവും, പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ആദിമ മനുഷ്യൻ അല്ലെങ്കിൽ ആദിമ പ്രകൃതിയെക്കുറിച്ചുള്ള സാമാന്യ ധാരണ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരനായാലും കമ്മ്യൂണിസ്റ്റ് സഹപ്രവർത്തകനായാലും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് അനുഭവമുള്ളവരായ ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സാമാന്യ ശാസ്ത്രബോധമുണ്ടായിരിക്കണം എന്നതിൽ കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ വിഷയം കുറച്ചേറെ ശാസ്ത്രങ്ങളെ പറ്റി, അതാണെങ്കിൽ ഒരു വരണ്ട ഒരു നമുക്ക് അത് സംവദിക്കാനുള്ള ഇതിൽ ഒരു ചെറിയ ഗാർഹ്യത കുറവ് അല്ലെങ്കിൽ ഒരു ശ്രമകരമായ ഒരു പ്രവർത്തനമായി മാറും ശാസ്ത്രങ്ങളൊക്കെ പറയുമ്പോൾ. പലരും ഈ അടുത്തൊരു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞത്, ഞാൻ 10ാം ക്ലാസ് മുതൽ ശാസ്ത്രം വിട്ടതാണ്, ഞാൻ MCOMകാരനാണ്, എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വേണ്ടത്ര ധാരണയില്ല. ഞാനും പ്രീ ഡിഗ്രി വരെ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കുകയും ഫിസിക്സും കെമിസ്ട്രി പഠിക്കുകയും പിന്നീട് എക്കണോമിക്സ് ഡിഗ്രി വെണ്ണം കോളേജിൽ നിന്ന് എടുക്കുകയും ചെയ്ത ഒരാളാണ്. പക്ഷേ സാമാന്യമായ ശാസ്ത്രധാരണ എല്ലാ മനുഷ്യന്മാരിലും ഉണ്ട്. നമ്മൾ സ്വയം നിത്യേനയുള്ള ജീവിതത്തിനകത്ത് പോലും നാം ശാസ്ത്ര ശാഖകളെ ആർജിച്ചിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവരാണ്. ആ നിലക്ക് ശാസ്ത്രബോധം കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ പ്രകൃതി എന്താണ്? ആ പ്രകൃതിയുടെ ഉൽപ്പത്തി എന്താണ്? ഇതൊക്കെ നമുക്ക് പലപ്പോഴും യൂട്യൂബ് ചെയ്താലും മറ്റോ, നിങ്ങളെല്ലാം ഈ നവമാധ്യമങ്ങളെല്ലാം പ്രവർത്തിക്കുമ്പോൾ തന്നെ വളരെ എളുപ്പമായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഗൂഗിൾ ചെയ്താലും കിട്ടുന്ന കാര്യങ്ങളാണ്. ഏതാണ്ട് 460 കോടിക്കും 500 കോടിയും വർഷങ്ങളുടെ പഴക്കമാണ് ഭൂമിക്കുണ്ട് എന്ന് കണക്കാക്കിയിട്ടുള്ളത്. ആ ഭൂമിയിൽ 250 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ജീവൻ ഉണ്ടായിട്ടുള്ളത്. ആ ജീവനിൽ തന്നെ മനുഷ്യ വിഭാഗം ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ശാസ്ത്രീയ നാമത്തിൽ വിളിക്കപ്പെടുന്ന മനുഷ്യനുണ്ടായതാകട്ടെ ഏതാണ്ട് 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ്. അപ്പം ഭൂമി ഉണ്ടായതിന് ശേഷം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം തന്നെ,
ഏതാണ്ട് 500 കോടി എന്ന് പറയാൻ വേണ്ടി, അല്ലെങ്കിൽ 450 കോടി എന്ന് ഇതിലേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് മനുഷ്യൻ ഉണ്ടാകുന്നത്. ആ നിലക്കൊരു സാമാന്യ ധാരണ ഉണ്ടാവണം എന്ന് മാത്രമാണ് അത് സംബന്ധിച്ച് പറയാൻ. പിന്നീടുള്ളത് മനുഷ്യൻ ജനിച്ചു വന്നു എന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു മനുഷ്യൻ നേരിട്ട പ്രശ്നങ്ങൾ. മനുഷ്യന് നേരത്തെ പ്രകൃതിയിൽ നേരിട്ടിടപെടാൻ കഴിയാത്ത മറ്റ് മൃഗങ്ങളെ പോലെ തന്നെ നിരായുധനായി, അല്ലെങ്കിൽ തൻ്റെ ശരീര അവയവങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് വേട്ടയാടുകയും ഫലഭൂയിഷ്ടമായ സ്ഥലങ്ങളിൽ നിന്ന് പലായനം അവിടെ വിഭവങ്ങൾ അവസാനിക്കുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് നീങ്ങി അങ്ങനെ ഒരു കാരവൻ പോലെ ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമായിരുന്നു മനുഷ്യൻ്റെ ആദ്യത്തെ, അല്ലെങ്കിൽ പ്രാഥമിക കമ്മ്യൂണിസം, അല്ലെങ്കിൽ പ്രാകൃത മനുഷ്യൻ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ നിന്ന് മാറി പ്രകൃതിയിലേക്ക് ആയുധം, അത് കല്ല് ഉപയോഗിച്ചുകൊണ്ട്, മൂർച്ചയുള്ള പാറക്കഷ്ണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിൽ ഇടപെടുകയും തനിക്ക് ആവശ്യമുള്ളത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ഇപ്പം മാർക്സിൻ്റെ ഈ ദർശനങ്ങളുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ ഇടക്ക് ഒന്ന് പറഞ്ഞു വെച്ച് പോയി നമുക്ക് പിന്നീട് പരിശോധിക്കേണ്ടതാണെങ്കിൽ പോലും, മറ്റ് എല്ലാ ദാർശനികന്മാരും ദർശനപരമായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയെ വ്യാഖ്യാനിച്ച് പ്രകൃതി എന്താണ്, മനുഷ്യനെന്താണ്, ദർശനം എന്താണ് എന്ന് പറഞ്ഞാൽ വേണ്ടി മാത്രമാണ് ശ്രമിച്ചിട്ടുള്ളത്. എന്നാൽ മാർക്സ് ശ്രമിച്ചത് ദർശനം ഈ ദന്തഗോപുരവാസികളുടേത് മാത്രമല്ല, ഈ ലോകത്തെ വ്യാഖ്യാനിക്കൽ മാത്രമല്ല, ലോകത്തെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂളാണ് മാർക്സിസം എന്ന് കാർൽ മാർക്സ് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ, എന്തുകൊണ്ട് ഈ ഭൂമിയും പ്രകൃതിയും ഒക്കെ ആർജിച്ചെടുത്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളെയും, അത് പ്രതിഭാസങ്ങളായാലും കാറ്റായാലും തീയായാലും ഇതുമൊക്കെ സ്വയമേവ സ്പോണ്ടേനിയസ്ലി ഉണ്ടായിക്കൊണ്ടിരുന്ന കാര്യങ്ങളാണ്. അതിനെങ്ങനെയാണ് മാറ്റിമറിക്കുക എന്നുള്ള സംശയം ഇങ്ങനെ പറയുമ്പോൾ, ഈ ലോകത്തെ മാറ്റിമറിക്കുന്നതിനാണ് മാർക്സിസം മുൻകൈയെടുക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സംശയമാണ്. ആ സംശയത്തിനുള്ളൊരു ഉത്തരമാണ് ശിലായുഗത്തിനകത്ത് കാണുന്ന മനുഷ്യൻ ആദ്യമായി ശില ഉപയോഗിച്ചുകൊണ്ട്, കല്ലുപയോഗിച്ചുകൊണ്ട് പ്രകൃതിയിൽ ഇടപെടാൻ പോകുന്നത്. അതുമുതൽ ഇങ്ങോട്ട് മെറ്റൽ യുഗമെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആയുധങ്ങളും, അതുപോലെ ഏറ്റവും ഒടുവിൽ AI വരെയുള്ള ഈ തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക പുരോഗതി എന്ന് പറയുന്നത് പ്രകൃതിയെ മാറ്റിമറിക്കാൻ വേണ്ടി, ദാർശനികമായി മാറ്റിമറിക്കുന്നതിലല്ല, പ്രകൃതിയിൽ നിന്ന് മൊത്തം മാറ്റിമറിച്ച് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് മനുഷ്യൻ തന്നെയാണ്. നിരായുധനായ മനുഷ്യനിൽ നിന്ന് ഉണ്ടാക്കുന്ന ശിലായുധമുണ്ടാക്കിയ മനുഷ്യനും, അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ കമ്പ്യൂട്ടറായാലും ആഭ്യന്തരമായാലും മറ്റു പല സുഖസൗകര്യങ്ങൾ നൽകുന്നതെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ മനുഷ്യന് ഇത്തരത്തിലുള്ള ഒരു ചരിത്രം 1.5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി ഹോമോസാപ്പിയൻസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ ശാസ്ത്ര നാമത്തിൽ അറിയപ്പെടുന്നവർ നമ്മൾ ഇന്ന് ഇവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ കാണേണ്ടത്, മനുഷ്യൻ ആവശ്യമായ കാര്യങ്ങൾ കൃഷി ചെയ്തുണ്ടാക്കാൻ തുടങ്ങി. നേരത്തെ ചളിയിലും അവിടെയും ഇവിടെയും ഉണ്ടാകുന്ന നെൽവിത്തുകൾ, അല്ലെങ്കിൽ അവിടെയും ഇവിടെ ഉണ്ടാകുന്ന ഫലങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നവർ സ്വയം കൃഷി ചെയ്തു. കൾച്ചർ എന്ന് പറയുന്നത് തന്നെ ഉണ്ടായത് കൾട്ടിവേഷനിൽ നിന്നാണെന്ന് പറയും. കൃഷിയിൽ നിന്നാണ് സംസ്കാരം ഉണ്ടായെന്ന് പറയും. കൾച്ചറും കൾട്ടിവേഷനും അങ്ങനെ തുടങ്ങുന്നതിൻ്റെ കാരണം കൃഷിയാണ് കൾച്ചർ ഉണ്ടാക്കിയതെന്ന് പറയും. അപ്പോൾ ആ നിലക്ക് പ്രകൃതിയിൽ ഇടപെടുകയാണ് മനുഷ്യൻ. അവൻ ആവശ്യമായ സാധനങ്ങൾ ഈ പരന്നു കിടക്കുന്ന ഭൂമിയിൽ ഓരോടത്ത് തീരുമ്പോൾ മറ്റിടത്ത് പോയി വേട്ടയാടി, അല്ലെങ്കിൽ ഫലഭൂയിഷ്ടമായ ഫലങ്ങൾ ഭക്ഷിക്കുന്നതിന് പകരം തനിക്കാവശ്യമായ കാര്യങ്ങൾ തൻ്റെ ചുറ്റുപാടും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അവിടെ വളർന്നു വരുന്ന ഒരു രീതി നേരത്തെ ഉണ്ടായി നമുക്കറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അത്തരം മനുഷ്യവംശത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിലാണ് ആശയങ്ങൾ എന്ന നിലക്ക് വരുന്നത്. ആദ്യം ഉണ്ടായത് ഭൗതികത തന്നെയാണ്. കല്ല് പ്രയോഗിക്കാൻ തുടങ്ങുമ്പോൾ ഒരു ആശയം വന്നോടെ, ആ ആശയം വരുമ്പോൾ തന്നെ അതിനു മുമ്പ് എന്തുണ്ട്? മനുഷ്യനുണ്ട്, ദ്രവ്യമുണ്ട്. ചുരുക്കത്തിൽ ഞാൻ അതിൻ്റെ മെയിൻ പോയിന്റിലേക്ക് വരികയാണ്. ഈ മാറ്ററുണ്ട്. ആശയത്തിന് മുമ്പ് തന്നെ പ്രാഥമികമായി ഉണ്ടായത് മനുഷ്യനാണ്, മനുഷ്യൻ്റെ തലച്ചോറാണ്,
മനുഷ്യൻ ആ നിലക്ക് നോക്കുമ്പോൾ ആദ്യം ഉണ്ടായത് പ്രഥമം ദ്രവ്യമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈ പറഞ്ഞ മനുഷ്യൻ എന്ന നിലക്കുള്ള ഈ പറഞ്ഞ വല്ല പ്രകൃതി എന്ന നിലക്കുള്ള ഭൂമി എന്ന നിലക്കുള്ള ആ നിലക്ക് വിപുലമായ അർത്ഥത്തിൽ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, ആദ്യം ഉണ്ടായതാണ്. പക്ഷെ കല്ലെടുത്ത് പ്രയോഗിച്ച് ഈ ആശയം വരുമ്പോൾ ആശയവും ഉണ്ട്. അങ്ങനെ ആശയപ്രപഞ്ചവും ഭൗതിക പ്രപഞ്ചവും എന്നുള്ള രണ്ട് തരത്തിലുള്ള ഒരു സംഭവം ഈ ശിലായുഗത്തോടു കൂടി തന്നെ മനുഷ്യ വംശത്തിനകത്ത് കാണാൻ വേണ്ടി കഴിയും. ലോകത്തെ ആകമാനം തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരേ കാലഘട്ടത്തിലാണ് മനുഷ്യൻ്റെ പുരോഗതിയും ആശയങ്ങളും ഒക്കെ ഉണ്ടായതെന്ന് കാണാൻ വേണ്ടി കഴിയും. അതിന് ഉദാഹരണമായിട്ട് പറയാൻ വേണ്ടി ഇപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ നേരിട്ട വെല്ലുവിളികൾ, ആ വെല്ലുവിളികളാവട്ടെ പ്രകൃതിയിൽ നിന്ന് തന്നെയായിരുന്നു. പ്രകൃതിയിലുള്ള ഇടി, മിന്നൽ, അതുപോലെ തന്നെ പേമാരി, കൊടുങ്കാറ്റ്, അതുപോലെ ഹിംസ്ര ജന്തുക്കളിൽ നിന്നുള്ള ആക്രമണം, ഇഴജന്തുക്കളിൽ നിന്നുള്ള പാമ്പിൽ നിന്നുള്ള ആക്രമണം, ഈ ആക്രമണങ്ങളൊക്കെ നേരിടുന്നതിന് വേണ്ടി നേരിടുന്നതിന് ഫലപ്രദമായ ഒരു രീതി കൈവശമില്ലാതിരുന്ന മനുഷ്യൻ ആദ്യമായി ദൈവങ്ങളെ സൃഷ്ടിക്കുകയാണ്. ആ ദൈവങ്ങളെക്കുറിച്ച് ആശയപ്രപഞ്ചം എന്ന നിലക്ക് നമ്മൾ പിന്നീട് കാണുമ്പോൾ തങ്ങൾക്ക് നേരിട്ട് പരാജയപ്പെടുത്താൻ കഴിയാത്ത എല്ലാ പ്രകൃതി പ്രതിഭാസങ്ങളെയും ദൈവമായി കാണുന്ന ഒരു അവസ്ഥ ഒരു ഭൂലോക ഈ പറഞ്ഞ കോണ്ടിനെന്റൽ വ്യത്യാസമില്ലാതെ എല്ലാ പ്രദേശത്തും ഒരേ സമയത്ത് ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത് ഗ്രീക്കുകാരുടെ ഇന്ദ്രൻ, ഇടിമിന്നലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ പ്രാചീന ഭാരതത്തിൽ ഇന്ദ്രൻ എന്ന ദൈവം ഉണ്ടാവുകയും സവിതാവ് ആദിത്യൻ സൂര്യനാവുകയും അഗ്നി തീയെ പ്രതിനിധീകരിക്കുകയും വരുണൻ വെള്ളത്തിൻ്റെ ദൈവമാവുകയും പൃഥ്വി ഭൂമിയുടെയും വായു കാറ്റിൻ്റെയും ദൈവമാവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇന്ത്യയിലാണെങ്കിൽ. അത് ഋഗ്വേദത്തിലും പഴയകാല വേദങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് പരിശോധിക്കുമ്പോൾ ഇടിയും മിന്നലും നമുക്ക് നിയന്ത്രണ വിധേയമാണ്. ഇടിയും മിന്നലും നിയന്ത്രണ വിധേയമായതുകൊണ്ട് തന്നെ ഇന്ദ്രനെ പോലുള്ള ദൈവങ്ങൾ ഔട്ട്ഡേറ്റഡായി എന്നതും കാണാൻ പറ്റും. ഇതേ സമയം തന്നെ ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെ ഗ്രീക്കുകാരുടെ ഇടയിൽ സിയസ്, ജൂപ്പിറ്റർ എന്നീ രണ്ട് ദൈവങ്ങൾ ഇടിയും മിന്നലിന് വേണ്ടിയുണ്ടെന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോളോ സൂര്യഭഗവാനാണ്, പെട്രിയാസ്, സൈഥോൺ, നെപ്റ്റ്യൂൺ സമുദ്രദൈവമാണ് അല്ലെങ്കിൽ വരുണനാണ്, വാൾക്കൻ തീയുടെ ദൈവമാണ്, കാറ്റിന് എയാളോസ്. ആ നിലക്ക് മനുഷ്യ സമുദായം ഏത് വൻകരയിലായാൽ പോലും നേരിട്ട പ്രശ്നങ്ങളെ തങ്ങളുടെ ആശയപരമായുള്ള ഒരു തലത്തിൽ ദൈവങ്ങളായി കണക്കാക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്തു പോകുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടവും കഴിഞ്ഞ് നമ്മൾ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ യൂറോപ്യൻ വൻകരയിലെ ഗ്രീക്കോയിലെ ഏഷ്യ മൈനറോ ഉള്ള ഈ ഇന്ത്യ പോലുള്ള ഒരു രാജ്യവും ഇവർ തമ്മിൽ ഒരു തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളില്ല, നേരിട്ടുള്ള സഞ്ചാരം ഇല്ല. അങ്ങനെ ഒന്നുമില്ലാതിരുന്ന കാലത്ത് പോലും ഒരേപോലെ ചിന്തിച്ചിരുന്നു. മനുഷ്യവംശം എന്നതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞ ദൈവങ്ങളുടെ പതിപ്പ്. അതിൽ കുറച്ചും കൂടിയും നേരത്തെ പറയാനുള്ളത് ഇപ്പോൾ ഗണപതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഖാവ് ഷംഷീർ നമ്മുടെ സ്പീക്കർ ഉയർത്തിയ ഒരു വിവാദം, ആ വിവാദത്തെ കുറിച്ച് സുനിൽ മാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഗണപതിയെ പോലെയുള്ള ഒരു കക്ഷി അങ്ങ് ഗ്രീക്കിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ആനയും മനുഷ്യനും കൂടി ചേർത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഭംഗ്യന്തരണ പറയുകയും സുനിൽ മാഷ് ആ സമയത്ത് നടത്തിയ പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ യൂട്യൂബിൽ നമുക്ക് ലഭ്യമാണ്. ആ നിലക്ക് മനുഷ്യവംശം വിവിധ വൻകരയിലാണെങ്കിൽ പോലും നേരിട്ട പ്രശ്നങ്ങൾക്ക് മറുപടിയായി അല്ലെങ്കിൽ മനുഷ്യവംശം നേരിട്ട അപകടകരമായ എല്ലാ പ്രതിഭാസങ്ങളെയും നേരിട്ടത് ഈ തരത്തിലുള്ള ആശയപരമായ മനോഭാവത്തിൽ കൂടിയെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ പറയുന്നത്. ഏതായാലും ചുരുക്കി പറയേണ്ട ഒരു അത്യാവശ്യമാണ്. പിന്നീട് നമുക്ക് കാണേണ്ടത് ക്രിസ്തുവിന് മുമ്പ് ഏതാണ്ട് 7-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഭൗതികവാദം എന്നുള്ള സംഭവം അല്ലെങ്കിൽ
ഇന്ത്യയിലായാലും അതുപോലെ യൂറോപ്പിലായാലും ഗ്രീക്ക് ആയാലും ഒക്കെ ഒരു ഉയർന്നു വരുന്ന ഒരു കാലഘട്ടവും ഒരുപോലെയാണെന്ന് കാണേണ്ടതുണ്ട്. അത് പറയാൻ കാരണം ഇന്ത്യയുടെ ഷഡ്ദർശനങ്ങൾ, ഭാരതീയ ദർശനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഷഡ്ദർശനം, ആ ഷഡ്ദർശനങ്ങൾ ഏതെല്ലാമാണെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്ന് സാങ്ക്യം, അതിൻ്റെ ഉപജ്ഞാതാവ് കപിലനാണ്. ക്രിസ്തുവിന് മുമ്പ് 7-ാം നൂറ്റാണ്ടിലാണ് സാങ്ക്യം രചിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കപിലൻ ജീവിച്ചിരുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തുടർന്ന് വന്ന വൈശേഷികം, അത് കണ്ണുമുനിയുടേതാണ്. പിന്നീട് വന്ന യോഗം, ന്യായം, മീമാംസ, അവസാനത്തെ വേദാന്തം പോലെയുള്ള സംഭവങ്ങൾ നോക്കിയാൽ അതിനെ മൊത്തത്തിലാണ് ഭാരതീയ ഷഡ്ദർശനങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ സാങ്ക്യമാവട്ടെ വൈശേഷികമാവട്ടെ യോഗവും ന്യായവും മീമാംസയും ഉൾപ്പെടെയുള്ള 5 ദർശനങ്ങളും അല്ലെങ്കിൽ 5 വേദങ്ങളും ഭൗതിക ദർശനങ്ങളായിരുന്നു എന്ന് കാണാൻ വേണ്ടി കഴിയും. അതിൽ സാങ്ക്യമാവട്ടെ വൈശേഷികമാവട്ടെ വളരെ പരിപൂർണമായി അല്ലെങ്കിൽ വളരെയേറെ പൂർണ്ണത ഉള്ള തരത്തിലുള്ള ഭൗതികവാദം തന്നെയായിരുന്നു. പക്ഷെ അതിന് പിന്നീടങ്ങ് നശിപ്പിക്കപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഒരു ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതിനെ കൊണ്ടോ ഇന്ത്യയിൽ അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സാങ്ക്യമായാലും വൈശേഷികമായാലും അവയുടെ ഈ കണ്ടന്റുകൾ, അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ലഭ്യമല്ല. നമുക്ക് ലഭ്യമാകുന്നതാവട്ടെ ആശയദർശനമായ വേദാന്തം. ഷഡ്ദർശനങ്ങളിലെ ഏറ്റവും അവസാനത്തെ വേദാന്തം വ്യാഖ്യാനിക്കുന്നവർ ഉദ്ധരിച്ചിട്ടുള്ള, സാങ്ക്യത്തിൽ നിന്നും വൈശേഷികത്തിൽ നിന്നും യോഗത്തിൽ നിന്നും ഉദ്ധരിച്ചിട്ടുള്ള ചില ഉദ്ധരണികളാണ് നമുക്ക് പുതിയ ആധുനിക മനുഷ്യന് ഈ സാങ്ക്യത്തെക്കുറിച്ചും വൈശേഷികത്തെക്കുറിച്ചും ഒക്കെ ഉള്ള വിവരങ്ങൾ തരുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ പറഞ്ഞു വന്നത്, ഭാരതീയ ദർശനം ഉൾപ്പെടെ അതിൻ്റെ തുടക്കം ഷഡ്ദർശനങ്ങളിലെ 5 ദർശനങ്ങളും 5 മുഖ്യ ദർശനങ്ങളും ഭൗതികമായിരുന്നു എന്ന് കാണണം. അതല്ലാതെ പുതിയ കാലത്ത് ചില അല്പബുദ്ധിക്കാർ പറയുന്നത് പോലെ ഭാരതീയ ദർശനം എന്ന് പറഞ്ഞാൽ മുഴുവൻ ആത്മീയതയാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ചാർവാക മുനി എന്ന് ആക്ഷേപിക്കപ്പെട്ട, ഭക്ഷണം മാത്രം കഴിക്കുന്നവരെന്നാണ് ചാർവാകം എന്നർത്ഥം, അവരുൾപ്പെടെയുള്ള ലോകായതം പോലെയുള്ള ബുദ്ധ ജൈന മതങ്ങളുടെ ദർശനം, ഈ ദർശനങ്ങളിലൊക്കെ തന്നെ ഭൗതിക ദർശനത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ കുറച്ചും കുറക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഗ്രീക്ക് പണ്ഡിതന്മാരിലായിട്ടുള്ള ഈ മിലേഷ്യ സ്കൂൾ, അനക്സിമാന്തിർ, അങ്ങനെ 2-3 ആളുകളുടെ പേര് എടുത്തു വേണമെങ്കിൽ പറയാം. മിലേഷ്യൻ സ്കൂൾ, അതും ഈ 7-ാം നൂറ്റാണ്ടിന് മുമ്പാണ് ഭൗതിക ദർശനങ്ങളുടെ ഒരു പ്രാഗ്രൂപം, അല്ലെങ്കിൽ ഒരു പ്രാകൃതമായ രീതിയിൽ, അല്ലെങ്കിൽ കൃത്യമായ ശാസ്ത്രീയ അടിത്തറ ചൂണ്ടിക്കാണിക്കാനില്ലെങ്കിൽ പോലും അവതരിപ്പിക്കപ്പെട്ടത് ഈ ക്രിസ്തുവിന് മുമ്പ് 7-ാം നൂറ്റാണ്ടാണ്. നമ്മുടെ ഷഡ്ദർശനങ്ങളിൽ ഏറ്റവും അവസാനത്തത് വേദാന്തമാണ്. ബാദരായണൻ എന്ന് പറഞ്ഞ ഒരു മുനിശ്രേഷ്ഠനാണ് അതിൻ്റെ ഉപജ്ഞാതാവ്. ആ ഉപജ്ഞാതാവാണെങ്കിൽ പോലും ഈ വേദാന്തത്തിന് ഇന്ത്യയിലാകമാനം, അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ വേദാന്തം ഇന്ത്യയിലാകമാനം ആസേതു ഹിമാചൽ എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെയുള്ള ഒരു പ്രചരണം കൊടുത്തത് നമ്മുടെ കേരളക്കാരനായ ആദിശങ്കരനാണ്. ആദിശങ്കരൻ ബ്രാഹ്മണ മേധാവി വ്യക്തിത്വത്തിനും അതുപോലെ വർണ്ണ ആശ്രമ ഈ പറഞ്ഞ എല്ലാ സംഭവത്തിൻ്റെയും ആശാനാണെന്ന് നമുക്കൊക്കെ ചുരുങ്ങിയ പക്ഷെ അറിയാം. ഏതാണ്ട് ഈ അതുവരെയുള്ള ഭൗതിക ദർശനങ്ങളൊക്കെ അതിനെയൊക്കെ തച്ച് തകർത്ത് മേൽക്കൈ നേടി ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ വേദാന്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശയവാദം മുഴുവനായി നിലനിൽക്കുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. ആ വേദാന്തത്തിൻ്റെ പേര് തന്നെ ഞാൻ സുനിൽ മാഷ ഓർമ്മിക്കുകയാണ് ഇപ്പോഴും. വേദം എന്ന് പറഞ്ഞാൽ അറിവും, വേദാന്തം എന്ന് പറഞ്ഞത് അവസാനവും എന്നാണ്. അറിവിൻ്റെ അവസാനമാണ് വേദാന്തം എന്ന് പറയുമ്പോൾ എത്രത്തോളം ശുഷ്കമാണ് ഈ പറഞ്ഞ
ശങ്കരനും ബാദരായണനെ പോലെയുള്ള ആശയവാദികളും നമുക്ക് കണ്ടുണ്ട്. ഞാൻ പറയാൻ കാരണം, അതിനുശേഷം എത്രയോ കണ്ടുപിടുത്തങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ 2000 വർഷങ്ങൾക്ക് മുമ്പ്, 2-ാം നൂറ്റാണ്ടിലാണ് ബാദരായണൻ. ക്രിസ്തുവിന് മുമ്പ് പിമ്പോ എന്നൊരു നിശ്ചയമില്ല, എന്നാലും 2-ാം നൂറ്റാണ്ട്, 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ബാദരായണൻ വേദാന്തം ഉണ്ടാക്കിയത്. അന്ന് അതിൻ്റെ പേര് വേദാന്തം എന്ന് പറയുമ്പോൾ എല്ലാ അറിവും പൂർത്തിയാക്കിയുള്ള ഒരു സംവിധാനം എന്ന നിലക്കാണ് വേദാന്തം, അറിവിൻ്റെ അവസാനം എന്ന നിലക്കാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. പിന്നീട് അങ്ങോട്ട് ഇന്ന് വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അറിവുകളൊക്കെ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച്, ശാസ്ത്രത്തെക്കുറിച്ച്, ശാസ്ത്രീയമായുള്ള അറിവുകൾ, ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ വേദാന്തം തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് നടക്കുന്നവരെ കുറിച്ച് എന്താ പറയേണ്ടത്? അതിനുശേഷമാണ് ലോകത്താകമാനം തന്നെ വലിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഞാൻ നമ്മുടെ ദർശനത്തിലേക്ക് വരികയാണ്. പഴയകാല ദർശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇത്രയും പറഞ്ഞുകൊണ്ട് മാർക്സിസ്റ്റ് ദർശനത്തിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വരുന്നത് ഈ 17-ാം നൂറ്റാണ്ട് മുതൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. അല്ലെങ്കിൽ BC 5-ാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ടായിട്ടുള്ള, AD 5-ാം നൂറ്റാണ്ട്, ഹീരാക്ലീറ്റസിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ തന്നെ ബുദ്ധനും ജൈനനും ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ, ആ കാര്യങ്ങളൊക്കെ കുറിച്ച് പരിശോധിക്കാതെ നമുക്ക് മാർക്സിസ്റ്റ് ദർശനത്തിലേക്ക് വരാൻ വേണ്ടി കഴിയില്ല. മാർക്സിസ്റ്റ് ദർശനത്തിൻ്റെ അടിസ്ഥാനം ചലന സിദ്ധാന്തമാണ്. ചലന സിദ്ധാന്തത്തെക്കുറിച്ച് പ്രതിപാദിച്ചവരിൽ ഏറ്റവും പഴയ ആൾ ഹീരാക്ലീറ്റസ് എന്ന ഗ്രീക്ക് ചിന്തകനാണ്. ലെനിൻ ചലന സിദ്ധാന്തത്തിൻ്റെ പിതാവെന്നാണ് ഹീരാക്ലീറ്റസിനെ പിന്നീട് വിലയിരുത്തിയിട്ടുള്ളത്. എന്താണ് ഹീരാക്ലീറ്റസ് പറഞ്ഞത്? ഹീരാക്ലീറ്റസ് പറഞ്ഞത് എല്ലാം ചലിക്കുന്നു എന്നാണ് ഹീരാക്ലീറ്റസ് പറഞ്ഞത്. അതിന് ഉദാഹരണമായി പറഞ്ഞത്, ഒരു നദിയിൽ ഒരാൾക്ക് ഒരു വട്ടം മാത്രമേ കുളിക്കാൻ പറ്റൂ. എന്തുകൊണ്ട്? ഇന്ന് ഞാൻ കുളിച്ച നദിയിലല്ല നാളെ കുളിക്കുന്നത്. ആ പുഴ ഒഴുകിപ്പോയി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ദിവസം കുളിക്കുന്ന പുഴ വേറൊരു പുഴയാണ്. ഞാൻ കുളിച്ചിരുന്ന പുഴ ചിലപ്പം നമ്മളെ മാഹിപ്പുഴയായാലും ശരി, ആലുവപ്പുഴയായാലും ശരി, ഞാനിന്ന് കുളിക്കുന്ന പുഴ നാളെ വരുമ്പോഴേക്ക് അത് അറബിക്കടലിൽ എത്തിയിട്ടുണ്ടാവും ആ വെള്ളം. പിന്നീട് അതിനെയും ചില ചിന്തകന്മാർ പറഞ്ഞത്, ഒരു പുഴയിൽ കുളിക്കാനേ കഴിയില്ല എന്ന് പറഞ്ഞു. കാരണം കാല് വെക്കുന്നിടത്തല്ല നമ്മുടെ തല ഉണ്ടാവുക, കാല് വെക്കുന്ന വെള്ളം ഒലിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അതെന്താവട്ടെ, അതൊരു വിദണ്ഡവാദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ നിലക്കുള്ള ചലന സിദ്ധാന്തമാണ് മാർക്സിസത്തിൻ്റെ അഥവാ ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനമെന്ന് കാണേണ്ടതുണ്ട്. അതിലേക്ക് എത്തുന്നത് കാറൽ മാർക്സ് നേരിട്ട് അതിലേക്ക് സ്വയം മറ്റ് പല പ്രവാചകന്മാരും ഒക്കെ അവകാശപ്പെടുന്നത് പോലെ ഒരു ദിവസം രാവിലെ നേരിട്ട് ഇത് മുഴുവൻ തലയിലേക്ക് അടിച്ചു കയറ്റപ്പെട്ടതല്ല. മാനവരാശി അതുവരെ ആർജിച്ചിട്ടുള്ള മുഴുവൻ അറിവുകളുടെയും കൈമാറ്റം ചെയ്യപ്പെട്ട അവസ്ഥ സ്വയം ആർജിക്കുകയും അവിടെ നിന്ന് പുതിയ ചോദ്യങ്ങൾ ഉത്ഭവിക്കുകയും ആ ചോദ്യത്തിന് ഉത്തരം കാണുകയും പിന്നീട് ആ ഉത്തരത്തിന് ചോദ്യങ്ങൾ ഉണ്ടാവുകയും ആ ചോദ്യങ്ങൾക്ക് വീണ്ടും ഉത്തരങ്ങൾ ഉണ്ടാവുകയും ചെയ്തതെന്നുള്ള ആ ഒരു രീതി വന്ന് ഏറ്റവും ഒടുവിൽ, അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ എന്ന് പറയാൻ പറ്റില്ല, മാർക്സിസ്റ്റുകാർക്ക് അങ്ങനെ ഒടുവിൽ എന്ന് പറയാൻ വേണ്ടി പറ്റില്ല, മാറ്റങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളെ മാറ്റത്തിന് മാത്രമേ മാറ്റമുള്ളൂ എന്നുള്ളത് ക്ലീശയായ ഒരു വർത്താനമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒടുവിലെന്ന് പറയില്ല. മാർക്സിലേക്ക് എത്തുമ്പോൾ ദക്കാർത്തയെ പോലെ, അല്ലെങ്കിൽ 17-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ പകുതിയിൽ, AD 17 നൂറ്റാണ്ടിൽ ആദ്യഘട്ടത്തിൽ ദക്കാർത്തയെ പോലെയുള്ള ആശയവാദികൾ തന്നെ അവരറിയാതെ, ഫ്രഞ്ചുകാരനാണ് ദക്കാർത്തെ, അവരറിയാതെ ഒരു ആശയവാദികളായിട്ടുള്ള ആളുകൾ തന്നെ ഭൗതികവാദികൾ ഉന്നയിക്കാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ദക്കാർത്തെക്കുറിച്ച് ഞാനിത് പറയുന്ന കാരണം, ഈ ദക്കാർത്തെ ഫ്രഞ്ചുകാരനാണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ആശയവാദിയാണ്. ഞാനുള്ളത് കൊണ്ട്
ഞാൻ ചിന്തിക്കുന്നത് കൊണ്ട് ലോകമുണ്ട് എന്ന് കാണുന്നവരാണ് ആര്? ദെക്കാർത്തെ പോലെയുള്ള ആശയവാദികൾ. പക്ഷെ അതൊക്കെ പറയുമ്പോൾ തന്നെ ദ്രവ്യം, നമ്മൾ പറയുന്ന മാർക്സിസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് മാറ്റർ അഥവാ ദ്രവ്യം. ആ ദ്രവ്യത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇവർ പറഞ്ഞു തുടങ്ങി എന്നുള്ളതാണ് ആശയവാദികളായ ദെക്കാർത്തേക്കും. അതിൽ നിന്നൊക്കെയുള്ള ചോദ്യ ഉത്തരം അല്ലെങ്കിൽ ആ നിലക്കുള്ള വായനയുടെയും പഠനത്തിൻ്റെയും ഒക്കെ കാരണം കൊണ്ടാണ്, അതിൽ എല്ലാം നിന്നാണ് ജർമ്മൻ ഫിലോസഫി പുഷ്ടിപ്പെട്ടതെന്ന് കാണാൻ വേണ്ടി കഴിയും. ആ ജർമ്മൻ ഫിലോസഫി പുഷ്ടിപ്പെടുന്നത് കാണുമ്പോഴാണ് നമ്മൾ ഹെഗലിലേക്കും ഫയർബാഗിനെ പോലെയുള്ള അധികായന്മാരായ ജർമ്മൻ ഫിലോസഫേഴ്സിനെ, ജർമ്മൻ തത്വചിന്തകന്മാരെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. യങ് ഹെഗേലിയൻ എന്നാണ് മാർക്സ് നേരത്തെ അറിയപ്പെട്ടിരുന്നത്. ഞാനത് കുറേ വിഷയങ്ങൾ ഇങ്ങനെ വിട്ടുവിട്ട് പോകുന്നുണ്ട്, കുറച്ചുകൂടി പറയണമെന്നുണ്ട്. സമയവും അതുപോലെ തന്നെ വിഷയത്തിൽ നിന്ന് അവതരിപ്പിച്ചുള്ള ഒരു പരിചയക്കുറവും കൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോകുന്നെന്നുള്ളൊരു ഒരു ക്ഷമാപണം കൂടി നടത്തുകയാണ്. അപ്പോൾ ഈ ദെക്കാർത്തയെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ഈ ബുദ്ധനും, അത് കുറേ മുമ്പാണെങ്കിൽ പോലും അതിൻ്റെ മേലെ ഡൊമിനേറ്റ് ചെയ്യാൻ വേണ്ടി വേദാന്തത്തിന് സാധിച്ചിട്ടുണ്ട് ആദിശങ്കരൻ്റെ ഇടപെടലോടുകൂടി. എങ്കിൽ പോലും ചലിക്കുന്നതിനെയും വൈരുദ്ധ്യങ്ങളെക്കുറിച്ചും ഒക്കെ ബുദ്ധനും മറ്റുമൊക്കെ പറഞ്ഞു വച്ചിരുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പ്രാചീന യുഗത്തിൽ നടന്ന അല്ലെങ്കിൽ മധ്യകാലങ്ങളിൽ നടന്ന എല്ലാ തത്വചിന്ത അന്വേഷണങ്ങളിലും ഒരു ഘട്ടം വരെയും ഭൗതികവാദം അവരറിയാതെ കടന്നുകൂടിയിട്ടുണ്ട്. പൗരിത്യാത്മിക ഭൗതികവാദം എന്ന ഈ വിഷയം അവതരിപ്പിക്കുമ്പോൾ ഭൗതികവാദം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു വരികയാണ്. അതിൻ്റെ വിശദാംശത്തിലേക്ക് കടക്കാം. അപ്പോൾ ബുദ്ധൻ തന്നെ നേരത്തെ പറഞ്ഞാൽ അതിലിടക്ക് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ്, വിട്ടുപോയതാണ്. ബുദ്ധൻ തന്നെ ഈ അവരുടെ ധർമ്മപദം എന്ന ബുക്കിൽ, അല്ലയോ ഭിക്ഷുക്കളെ, ജീവിക്കുന്ന എല്ലാത്തിനും മരണമുണ്ട്, എല്ലാത്തിനും കാരണമുണ്ട്, കാരണമില്ലാതാവുമ്പോൾ കാര്യവും അപ്രത്യക്ഷമാകുന്നു, നിത്യം എന്ന് തോന്നുന്നത് എല്ലാം അനിത്യമാണ്, ശ്രേയസിൻ്റെ ഉച്ചകോടിയിലെത്തിയാൽ താഴോട്ട് വീഴുമെന്നത് നിയമമാണ്, യാതൊന്നിന് ആരംഭമുണ്ടോ അതിന് അവസാനമുണ്ട്, ഐക്യവും വേർതിരിയലും ഉണ്ട്, ജീവിതവും മരണവും ഉണ്ട് എന്ന് പറയുന്നത് മാർക്സ് പിന്നീട് ഉപയോഗിച്ചിട്ടുള്ള വൈരുദ്ധ്യം തന്നെയാണ്. 5-ാം നൂറ്റാണ്ടിലെ ശ്രീബുദ്ധൻ ഈ ധർമ്മപദം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ ഉപയോഗിച്ചതെന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ചുരുക്കത്തിൽ മാർക്സ് അതുവരെയുള്ള ലോകത്ത് അവതരിപ്പിച്ചിട്ടുള്ള മുഴുവൻ ഈ തത്വചിന്തയെയും ക്രോഡീകരിക്കുകയും അതിൽ നിന്ന് തനിക്ക് ശരിയായി എന്ന് തോന്നുന്നത് ശാസ്ത്രീയമായ പിൻബലത്തോടുകൂടി സ്ഥാപിച്ചെടുത്തതാണ് നമ്മുടെ വിഷയമായിട്ടുള്ള ഈ മാർക്സിസ്റ്റ് ദർശനം എന്നുള്ളത്. ആ ദർശനത്തിലേക്ക് എത്തുന്നുള്ള ശാസ്ത്രീയമായ അടിത്തറ എന്ന് പറയുന്നത് ഭൗമശാസ്ത്രത്തിലും അതുപോലെ തന്നെ ജ്യോതിശാസ്ത്രത്തിലൊക്കെ വമ്പിച്ച രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഗലീലിയോയുടെ ടെലിസ്കോപ്പ്, അതുപോലെ തന്നെ ചാൾസ് ഡാർവിൻ്റെ, ഏതാണ്ട് മാർക്സിൻ്റെ തന്നെ സമകാലീനായ ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, ഈ തരത്തിലുള്ള മുഴുവൻ സയൻസിൻ്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ ഈ ദർശനത്തിൽ അപ്ലൈ ചെയ്യുകയും അതിൽ നിന്നാണ് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അഥവാ മാർക്സിസ്റ്റ് ദർശനം രൂപപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഗലീലിയുടെ ടെലിസ്കോപ്പിന് ശേഷം എഡ്വിൻ ഹബിൾ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ടെലിസ്കോപ്പ് യഥാർത്ഥത്തിൽ 1100 പ്രകാശവർഷം ദൂരമുള്ള 1100 പ്രകാശവർഷം ദൂരെയുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്താൻ വേണ്ടി സഹായിച്ചു എന്നുള്ളതാണ്. ഇത് മാർക്സിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ വെസ്പ് 96 എന്ന് പേരിട്ട ഈ ഗ്രഹത്തിനകത്ത് ജലാംശമുണ്ടെന്ന് പോലും കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു കുറേ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളാണ് മാർക്സിസ്റ്റ് ദർശനത്തിലേക്ക് ചിന്താഗതിയെ, ഈ ഫിലോസഫിയെ, തത്വചിന്തയെ, ഭൗതിക ദർശനത്തിനെ പരിപോഷിപ്പിച്ച് വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നുള്ള മാർക്സിൻ്റെ ആ സിദ്ധാന്തത്തിലേക്ക് എത്തുന്നതിന് കാരണമായിട്ടുള്ളത് ഇത്തരം ശാസ്ത്രീയ ലക്ഷ്യങ്ങളാണ്, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളാണ്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നടക്കുന്നതിന് മുമ്പേ എല്ലാം കണ്ടു, ജഗം മിഥ്യ, പരം ബ്രഹ്മം മാത്രമേ ഉള്ളൂ
എന്ന നിലക്കെല്ലാം പറയുന്ന വേദാന്തം എത്രത്തോളം ശുഷ്കമാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ വേണ്ടി കാണാൻ കഴിയും. പക്ഷേ ഇന്നും അതിന് അനുയായികളുണ്ട് എന്നുള്ളത് നമ്മൾ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടതാണ്. സാക്കളെ ചുരുക്കി പറയുമ്പോൾ ചലന സിദ്ധാന്തത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എല്ലാം ചലിക്കുന്നുണ്ട്. നേരത്തെ അതിനു മുമ്പ് പറഞ്ഞത് പ്രകൃതി എന്ന നിലക്ക് ഞാൻ പഠിക്കേണ്ടതുണ്ട്. എന്താണ് പ്രകൃതി? പ്രകൃതി എന്ന് പറയുന്നത് സ്ഥൂല പ്രപഞ്ചമുണ്ട്, സൂക്ഷ്മ പ്രപഞ്ചമുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്നത്, നമുക്ക് സ്പർശിക്കാൻ കഴിയുന്നതൊക്കെ സൂക്ഷ്മമാണ്. ഇപ്പോൾ എക്കണോമിക്സിലായാലും മറ്റു പല ശാസ്ത്രത്തിലായാലും നമ്മൾ പഠിക്കുന്നതാണ് ഈ മാക്രോവും മൈക്രോവും. അപ്പോൾ എന്താണ് ഈ മൈക്രോ അല്ലെങ്കിൽ സൂക്ഷ്മ പ്രപഞ്ചം എന്ന് പറഞ്ഞത്? നമ്മുടെ മുമ്പിലുള്ള മേശ, കസേര, കെട്ടിടങ്ങൾ, ഭൂമിയിൽ കാണുന്ന പാറക്കല്ലുകളായാലും എല്ലാം സൂക്ഷ്മ പ്രപഞ്ചമാണ്. ഈ സ്ഥൂല പ്രപഞ്ചം അഥവാ മാക്രോ യൂണിവേഴ്സ് എന്ന് പറയുന്നത് ഭൂമി മൊത്തത്തിൽ, ചന്ദ്രൻ, സൂര്യൻ, അതുപോലെയുള്ള പ്രപഞ്ചത്തിലുള്ള മുഴുവൻ നക്ഷത്രങ്ങളെയും മൊത്തം ഗ്രഹങ്ങളെയും ഒക്കെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇത് സ്ഥൂല പ്രപഞ്ചം എന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് സ്ഥൂല പ്രപഞ്ചം നമുക്കറിയാം. സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിനോടൊപ്പം തന്നെ സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റിക്കൊണ്ട് തന്നെ സ്വന്തം അച്ചുതണ്ടിൽ ചുറ്റിക്കൊണ്ട് ഭൂമിയെ പ്രദക്ഷിണം ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. എന്നാൽ സൂര്യന് ചലനമില്ല എന്നാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി കഴിയുക. എന്നാൽ സൂര്യനും ചലിക്കുന്നുണ്ട്. സൂര്യൻ ഉൾപ്പെടെയുള്ള ഈ ഗ്രഹങ്ങളും മൊത്തം ഗാലക്സിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനന്തം അജ്ഞാതം അവർണ്ണനീയം എന്ന് പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഗാലക്സികളും കോടാനുകോടി ക്ഷീരപഥങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ സ്ഥൂല പ്രപഞ്ചം. നമ്മളതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. പറഞ്ഞു 1,500,000 കിലോമീറ്റർ ദൂരെ വെച്ചിരുന്ന ഈ സാറ്റലൈറ്റിൽ വെച്ചിട്ടുള്ള ടെലിസ്കോപ്പ് വെച്ച് അതിനും അപ്പുറത്തുള്ള 1,600 പ്രകാശവർഷം അപ്പുറമുള്ള ഗ്രഹത്തെ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞ കാലത്ത് നാം സൂര്യൻ ചലിക്കുന്നില്ല എന്ന് പറയുന്നത് എത്രത്തോളം ശുദ്ധ ഭോഷ്കാണെന്ന് നമുക്കറിയാമല്ലോ. സൂര്യനും ഭൂമിയും ഉൾപ്പെടുന്ന ഇത് മുഴുവനായും മൊത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സ്ഥൂലപ്രപഞ്ചം ആകെ തന്നെ ചലനാത്മകമായി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് സ്ഥൂലപ്രപഞ്ചം. ചന്ദ്രൻ ചലിക്കുന്നു, ഭൂമി ചലിക്കുന്നു. ഭൂമിയുടെ ചലനത്തിൻ്റെ സ്പീഡൊക്കെ നമുക്കറിയാവുന്നതാണ്. ഒരു ദിവസം പൂർത്തിയാവുമ്പോൾ ആകുന്നു 24 മണിക്കൂർ എന്ന് പറയുമ്പോൾ 1600 കിലോമീറ്റർ സ്പീഡിലാണ്, കിലോമീറ്റർ പെർ അവറിലാണ് ഭൂമി സ്വയം ചുറ്റുന്നത്. 1,00,000 കിലോമീറ്റർ പെർ അവറിലാണ് ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഒരു വർഷം പൂർത്തിയാവുന്നത്. അപ്പോൾ ആ നിലക്ക് ഒന്ന് പരിശോധിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത്രയും സ്പീഡിൽ കറങ്ങുമ്പോൾ നമ്മളൊക്കെ അത് നമ്മുടെ ഗ്രാവിറ്റീൻ്റെ ഭാഗമായി നമ്മളൊക്കെ ഭൂമിയിൽ നിൽക്കുകയും ചെയ്യുന്നു. ആ നിലക്ക് ഇതിനെക്കുറിച്ചുള്ള സാമാന്യ ധാരണയുള്ളവരാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ എല്ലാം ചലിക്കുന്നുണ്ട്. പ്രപഞ്ചം മൊത്തം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൂക്ഷ്മ പ്രപഞ്ചത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന കസേരയായാലും മേശയായാലും മറ്റുമൊക്കെ തന്നെ ചെറുതും വലുതുമായ ചലനത്തിൽ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റും. മേശയായിട്ടല്ല കറങ്ങുന്നത്, ചലിക്കുന്നത്. അതിൻ്റെ ഏറ്റവും സൂക്ഷ്മമായ പദാർത്ഥം, അതിൻ്റെ തന്മാത്ര അല്ലെങ്കിൽ ആറ്റം, ആ ആറ്റം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും. എന്താണ് മാറ്റർ? ഈ പറഞ്ഞ ആറ്റം ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ചലനം? ആ ചലനം, അതിന് എല്ലാ ആറ്റത്തിനും ഒരു പിണ്ഡമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു വെയിറ്റ് ഉണ്ട്. അത് വെയിറ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായതുകൊണ്ട് ഏറ്റവും ചെറിയ വെയിറ്റാണ് അതിനുണ്ടാവുക. തർക്കമില്ലാത്ത കാര്യമാണ്. ആ ആറ്റത്തിന് ചുറ്റും ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും ആ ന്യൂക്ലിയസിന് ചുറ്റും പ്രോട്ടോണും ന്യൂട്രോണും തമ്മിൽ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ നമുക്കറിയാം. ന്യൂട്രോൺ ഇലക്ട്രോണും നെഗറ്റീവ് ആണെന്നും പ്രോട്ടോൺ പോസിറ്റീവ് ആണെന്നും അറിയാം. ഈ തരത്തിലുള്ള ഇലക്ട്രോണിനേക്കാൾ 1844 മടങ്ങ് തൂക്കമുള്ള വെയിറ്റ് ഉള്ളതാണ് പ്രോട്ടോൺ. അപ്പോൾ അതെത്രമാത്രം ചെറുതായിരിക്കും ഇലക്ട്രോൺ എന്നൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രോട്ടോൺ
ഇലക്ട്രോൺ പ്രോട്ടോണിന് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഒരു കൃത്യമായ ധാരണയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്കറിയാൻ വേണ്ടി പറ്റും. ഈ കറങ്ങലും മറ്റും ഒക്കെ തന്നെയാണ് ചലന സിദ്ധാന്തത്തിൽ നമുക്ക് പറയാനുള്ളത്. സ്ഥൂല പ്രപഞ്ചം ആകെ ചലിക്കുന്നതാണെന്നും സൂക്ഷ്മ പ്രപഞ്ചം ആവട്ടെ അതും ചലിക്കുന്നതാണെന്നും ഞങ്ങൾ കണ്ടു. ഈ ചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഈ ചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രപഞ്ചത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് മാർക്സിസ്റ്റ് ദർശനം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം പരിശോധിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയണം. എന്തുകൊണ്ട് ഭൂമി, എന്തുകൊണ്ട് മനുഷ്യൻ, എന്തുകൊണ്ട് മൃഗങ്ങൾ, എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മുഴുവൻ ഉത്തരങ്ങളും കാണുന്ന ഒരു ശാസ്ത്രം തന്നെയാണ് മാർക്സിസ്റ്റ് ദർശനം എന്നുള്ളത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ലോകത്ത് ഇന്ന് വരെ അവതരിച്ചിട്ടുള്ള മുഴുവൻ ദർശനങ്ങളെന്നും കാണാൻ വേണ്ടി കഴിയും. ഈ ദർശനത്തിന് ലോകം ഉണ്ടായത്, മനുഷ്യരാശി ഉണ്ടായത് മുതൽ ഇങ്ങോട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മുഴുവൻ ദർശനങ്ങളും ആ ദാർശനികരെയും നാം വിലമതിക്കേണ്ടത് തന്നെയുണ്ട്. മനുഷ്യരാശിക്ക് വേണ്ടി പൊതുവായി സംഭാവന, അത് ചിലത് നെഗറ്റീവാണെങ്കിൽ ചിലത് ഏറെയും പോസിറ്റീവാണ്. ആ നിലക്കുള്ള സംഭാവനകൾ ചെയ്തവരാണ് ഈ പറഞ്ഞ ദാർശനികന്മാരൊക്കെ തന്നെ. ആ ദാർശനികന്മാരുടെ പേര് കാര്യങ്ങൾ ഒന്നും പറയുമ്പോൾ അത് വളരെ വിപുലമായി പോകുന്നതുകൊണ്ട് ഞാൻ നിർത്തി വെക്കുന്നത്. ഏതായാലും ഈ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ചലന സിദ്ധാന്തം എന്താണെന്ന് ഞാൻ അതിൻ്റെ വിശദാംശം എത്രത്തോളം പറഞ്ഞെന്ന് എനിക്കറിയില്ല. എന്തായാലും ശരി, മുഴുവൻ ചലിക്കുന്നുണ്ട്. ആ ചലനമാണ് ഈ കാണുന്ന മാറ്റങ്ങൾക്കെല്ലാം കാരണം. എങ്ങനെയാണ് അത് മാറുന്നത്? അതാണ് ഇനി പരിശോധിക്കാൻ പറ്റുന്നത്. ചലന സിദ്ധാന്തത്തിൽ ഏറ്റവും ആദ്യം കാണേണ്ടത് ഒന്ന് വൈരുദ്ധ്യങ്ങളാണ്. വൈരുദ്ധ്യങ്ങളുടെ ഐക്യവും സമരവുമാണ് ഈ മാറ്റത്തിനൊക്കെ കാരണം. അത് ചലിക്കുന്നതോടൊപ്പം തന്നെ വെറുതെ ഇങ്ങനെ ചലിച്ചുകൊണ്ട് കാര്യമില്ല. വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ആ വൈരുദ്ധ്യങ്ങളിൽ ചലനമുണ്ടാക്കുന്ന പ്രതിഭാസങ്ങളാണ് ബാക്കി എല്ലാ മാറ്റത്തിനും, കാറ്റായാലും തീയായാലും എല്ലാ ഊർജ ഉൽപാദനത്തിനും കാരണമെന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആറ്റം അഥവാ തന്മാത്ര അല്ലെങ്കിൽ മാറ്റർ എന്ന് സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഈ വിഷയത്തിൻ്റെ തന്നെ ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോൾ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നാണ്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്നത് മാറ്റർ ആയതുകൊണ്ടാണ്. മാറ്റർ, ദ്രവ്യം. ഇപ്പം കണികൻ, ഞാൻ പിന്നെയും കുറച്ച് പുറകോട്ട് പോവുകയാണ്. കണികനെ പോലും കണിക ഭക്ഷിച്ച് ജീവിക്കുന്ന ആൾ കണ്ണുമുനിനെ അങ്ങനെ ആക്ഷേപിച്ചിട്ടുണ്ട് ആശയവാദികൾ. വൈശേഷികത്തിൽ കണ്ണുമുനി പറഞ്ഞത് ഈ മാറ്ററിനെ കുറിച്ചാണ്, കണികകളെക്കുറിച്ച്. ഏറ്റവും ചെറിയ കണികകളാണ് ലോകത്ത് ഉള്ള ഈ സംഭവം എന്ന് കണ്ണുമുനി വൈശേഷികത്തിൽ പറഞ്ഞതുപോലെ തന്നെ മാറ്റർ എന്ന് ദക്കാർത്തെ പറഞ്ഞതുപോലെ തന്നെ, അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ഇരുണ്ട അന്ധകാര യുഗങ്ങളെന്ന് വിളിക്കുന്ന മധ്യകാല യുഗത്തിന് ശേഷം നാട്ടിൽ ലോകത്താകമാനുണ്ടായിട്ടുള്ള എല്ലാ ദർശനങ്ങളിലും മാറ്റർ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാണ്. എന്താണ് മാറ്റർ? മാറ്റർ സ്ഥിതി ചെയ്യാൻ ഇടമാവശ്യമായതെന്തോ അതാണ് ദ്രവ്യം. സ്ഥിതി ചെയ്യാൻ സ്വന്തമായി ഇടമാവശ്യമായത് അതാണ് ദ്രവ്യം. അത് മാത്രമേ ലോകത്തുള്ളൂ. ബാക്കിയെല്ലാം അതിൻ്റെ പ്രതിബിംബമാണ്. ആശയത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആശയവാദികളോട് നമ്മൾ സംവാദത്തിലേർപ്പെടുമ്പോൾ ദ്രവ്യം മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയെല്ലാം അതിൻ്റെ പ്രതിഫലനമാണ്. അല്ലെങ്കിൽ പ്രതിബിംബമോ പ്രതിച്ഛായോ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്തോ അതാണ് ദ്രവ്യം. ഇംഗ്ലീഷിൽ അതിന് മാറ്റർ ഈസ് സംതിങ് വിച്ച് ഒക്യുപ്പൈസ് സ്പേസ്. ഒരു സ്ഥലത്ത് സ്ഥിതി ചെയ്യാനുള്ള സാധനം. ഇപ്പം അങ്ങനെ പറയുമ്പോൾ ദ്രവ്യത്തിന് 3 അവസ്ഥാന്തരങ്ങളുണ്ടെന്ന് നമുക്കറിയാം. ഒന്ന് ഇതാണ്, ഖരമാണ്, ഒന്ന് വാതകമാണ്, ഒന്ന് ദ്രാവകമാണ്, പിന്നെ 4ാമത് പ്ലാസ്മ. പ്ലാറ്റിനം പോലെയുള്ള ചില ലോകങ്ങൾക്കും മറ്റുമാണ് ഈ പ്ലാസ്മ എന്നുള്ള അവസ്ഥയല്ല, അതുകൊണ്ടാണ് മാറിപ്പോയത്. അപ്പം ഈ പറഞ്ഞ 4 അവസ്ഥാന്തരങ്ങളിൽ പോലും പൊതുവായി കാണുന്ന ഒരു സംഭവം എന്താണ്? അതിന് സ്ഥിതി ചെയ്യാനിടമായ ഒരു സ്ഥലം ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ വിട്ടുപോയതാണ് മാറ്ററിലേക്ക് വന്നത്. ചലന സിദ്ധാന്തത്തിന് മുമ്പ് പറയേണ്ടതാണ് ഈ മാറ്ററെങ്കിലും അത് ചെറിയ വിട്ടുപോയതുകൊണ്ട് ഞാനൊരു രണ്ടാമത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഈ മാറ്ററിൻ്റെ പ്രതിബിംബവും പ്രതിച്ഛായയാണ് ബാക്കിയെല്ലാം തന്നെ എന്ന് പറയാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ഈ എൻ്റെ ക്ലാസ്സിൽ ഞാനിപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഗ്ലാസ്സിൽ ഫുൾ വെള്ളം ഉണ്ടായത് പകുതി ഞാൻ കുടിച്ചു വെച്ചു. ഇതിലേക്ക് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വായു, ഓക്സിജൻ, ഹൈഡ്രജൻ ഇതെല്ലാം മാറ്റർ തന്നെയാണ്.
ആ മാറ്റർ എവിടെയാണ് നിൽക്കുന്നത്? സ്ഥിതി ചെയ്യാൻ ഇടമ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കറിയാം, വായു നമുക്ക് പൊതുവിൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വായു, പലതരം വായു, നൈട്രജൻ 78% നൈട്രജനും ഇത്ര ശതമാനം ഓക്സിജനും ഒക്കെ ഉള്ളതാണെന്ന് അറിയാൻ പറ്റും. ഇങ്ങനെ പറയാം. ഇപ്പോൾ വെള്ളം പകുതി കുടിക്കുമ്പോൾ ഗ്ലാസിൻ്റെ അകത്ത് പകുതി വെള്ളവും ദ്രാവകവും പകുതി വാതകവുമാണ്. ആ വാതകത്തിനെ കാണുന്നില്ല. അപ്പോൾ ഞാൻ കുടിച്ചു തീർക്കുമ്പോൾ ആ സ്ഥലത്തേക്ക് വാതകം വീണ്ടും നിറയുകയാണ്. അപ്പോൾ ഈ വാതകം ഇവിടുന്ന് വന്ന പുതുതായിട്ടൊന്നും ഉണ്ടാവുന്നില്ലല്ലോ. പുതുതായിട്ടൊന്നും ഉണ്ടാവുന്നില്ലെങ്കിൽ പോലും ഞാൻ ജഗ്ഗിൽ നിന്ന് വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ജഗ്ഗിലേക്ക് വായു പകരം റീപ്ലേസ് ചെയ്യുകയും ഗ്ലാസ്സിലുള്ള അത്രയും അളവ് വെള്ളം കൊണ്ട് ഇല്ലാതാവുന്ന ആ വായുവിൻ്റെ സ്ഥലം അല്ലെങ്കിൽ സ്പേസ് ജഗ്ഗിലേക്ക് മാറുകയും ചെയ്യും എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ നിലക്ക് ഈ പ്രധാനപ്പെട്ട 3 അവസ്ഥകളിലും ദ്രവ്യത്തിന് ഇരിക്കാൻ ഒരാവശ്യമായ ഒരു സ്ഥലമുള്ളതാണ്. ബാക്കി എല്ലാം ആത്മാവായാലും മറ്റേതായാലും ഒന്നിനും ഒരു പിന്നെ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഈ മെറ്റീരിയലിസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾക്ക് നമ്മളോട് ആക്ഷേപം ഉണ്ടാകുന്നത്. വേറൊന്നുമില്ല എന്ന് പറയുന്നത് അവരുടെ ചില വിശ്വാസങ്ങളെ ഗണ്ണിക്കുന്നതാണെന്നാണ് അവർക്ക് തോന്നുന്നത്. എന്നാൽ അത് പൂർണ്ണമായും ശരിയല്ല. ഒരാശയപ്രപഞ്ചം എന്ന് പറയുന്ന സാധനമുണ്ട്. ഇപ്പം ഞാൻ ചിലത് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പലരും കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ചിലത് പരസ്പര ബന്ധമില്ലാണ്ട് ഇയാളെന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പം ഞാൻ ഈ പറയുന്ന എന്ന ഭൗതികത നിങ്ങളിൽ ഒരു ആശയം ഉണ്ടാക്കുന്നുണ്ട്. അത് തെറ്റായാലും ഞാൻ ഉദ്ദേശിക്കുന്ന ആശയം തന്നെ നിങ്ങളിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് വേറൊരു കാര്യം. അല്ലെങ്കിൽ ഇയാൾ കൊള്ളില്ല, ഇത് കുറച്ചുകൂടി നന്നാക്കി പറഞ്ഞൂടെ എന്നൊക്കെയുള്ള ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ പറയുന്നത് കൂടി മനസ്സിലാകാത്ത അവസ്ഥയുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഭൗതികത പറയുന്നു എന്നുള്ളത് നമ്മുടെ ഭൗതികത, നമ്മുടെ നെച്ചോറ് ഭൗതിക വസ്തുവാണ്. ആ ഭൗതിക വസ്തുവിൽ ഫീഡ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അത് ഫോണിൽ കൂടി നിങ്ങളിൽ കേൾക്കുകയും നിങ്ങളുടെ ചെവിയിലെത്തുകയും അവിടെ ഒരു ആശയം നിങ്ങൾക്ക് എന്തല്ലോ ഒരാശയം ഉണ്ടാവുന്നുണ്ട്. ഇതൊരാശയപ്രപഞ്ചം ഉണ്ട്. അപ്പം ദൈവവിശ്വാസികൾ ആകെ തന്നെ മെറ്റീരിയലിസ്റ്റത്തിനെ എതിർക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം. ആശയപ്രപഞ്ചം എന്നുള്ളത് നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥ മറ്റു കാര്യങ്ങൾ നിങ്ങൾ പഠിച്ച് പൂർണ്ണമാകുമ്പോൾ, ഞാനുൾപ്പെടെ ഉള്ള ആളുകൾ പഠിച്ച് പൂർണ്ണമാകുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായും ഈ പ്രപഞ്ചത്തിൽ നിന്ന് മുക്തി കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ ദൈവവിശ്വാസത്തിൽ ഇപ്പം ഞാനത്ര എന്ന് ഞാൻ പറയുന്നില്ല, പലരിലും നമുക്ക് രണ്ടും ദ്വന്ദ്വഭാവം, പണ്ട് അദ്വൈതം ദ്വന്ദ്വം ഒന്നേ ഉള്ളൂ എന്നെല്ലാം പറയുന്നൊരു സാധനമുണ്ട്. ദ്വന്ദ്വം, ആശയപരതയും ഈ പറഞ്ഞ ഭൗതികതയും രണ്ടും കൂട്ടിക്കൊണ്ടുപോകുന്ന ബുദ്ധമതമൊക്കെ അതായിരുന്നു ചെയ്തിരുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ കൂടി പോകുന്ന ഒരു സംഭവം ഉണ്ടാക്കി. അപ്പോൾ ആശയപരതയുമുണ്ട്, ഭൗതികപരതയുമുണ്ട്. പിന്നീട് വന്ന കാലഘട്ടത്തിൽ ബുദ്ധമത അനുയായികൾ ഈ ഭൗതികത തള്ളിക്കളയുകയും ആശയം മാത്രമായി മാറുകയും മറ്റു മതങ്ങളെ പോലെ തന്നെ സംഘടിത മതമായി ഇന്ന് മലേഷ്യയിലും ശ്രീലങ്കയിലും എല്ലാം നിലനിൽക്കുന്ന ഒരു സ്വഭാവം വന്നു. യഥാർത്ഥത്തിൽ ബുദ്ധനൊന്നും അതുപോലെ അവരുടെ അടുത്ത അനുയായികളൊന്നും ഉദ്ദേശിക്കാത്ത തരത്തിൽ ഈ ബുദ്ധമതം പോലും മാറിപ്പോയി എന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ പറഞ്ഞു വന്നത് മാറ്ററെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ ഈ മാറ്റർ ദ്രവ്യം ആണ്, പദാർത്ഥ പ്രപഞ്ചമാണ് യഥാർത്ഥ പ്രപഞ്ചമെന്നും ബാക്കിയൊക്കെ അതിൻ്റെ പ്രതിബിംബം അഥവാ പ്രതിച്ഛായയാണെന്നും കാണേണ്ടതുണ്ടെന്നാണ് സാറിനോട് പറയാനുള്ളത്. ഈ ചലന നിയമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. എല്ലാം ചലിക്കുന്നു. അപ്പോൾ വെറുതെ ചലിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, കരയുണ്ട്, അതുപോലെ വെള്ളവുമുണ്ട്. കരയ്ക്ക് നിന്നാൽ നമുക്ക് ശ്വാസം കഴിക്കാം, വെള്ളത്തിൽ പോയി മുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം കഴിക്കാൻ കഴിയില്ല. അപ്പോൾ കരയും വെള്ളവും വൈരുദ്ധ്യമാണ്. അതുപോലെ ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്. ശ്വാസം നമ്മൾ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും വിരുദ്ധം ആണല്ലോ. ഒന്ന് ഉള്ളിലേക്ക് വലിക്കുകയും മറ്റൊന്ന് പുറന്തള്ളുകയും ചെയ്യാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, തെക്കുണ്ട്, വടക്കുണ്ട്. ഇപ്പോൾ പോസിറ്റീവ് ഒരു കാന്തം എടുത്ത് മുറിച്ചു കഴിഞ്ഞാലും അതിനും ഉണ്ട് പോസിറ്റീവും നെഗറ്റീവും. നിങ്ങൾക്ക് നെഗറ്റീവ് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല ഒരു കാന്തത്തിൻ്റെ. അല്ലെങ്കിൽ ഒരു തെക്ക് എന്നുള്ള സംവിധാനം, ഇടത് എന്നുള്ളത് സംവിധാനം നിങ്ങൾക്ക് ഇല്ലാണ്ടാക്കാൻ കഴിയില്ല. നിങ്ങൾ നേരെ ഇടത് പകുതി മുറിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള വലതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഭാഗം ഇടതായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഈ ഇടതുപക്ഷത്തിനെ നശിപ്പിക്കാൻ കഴിയില്ലെന്ന്. അതുപോലെ വലതുപക്ഷവും ഉണ്ടാവും, അത് വേറെ കാര്യം. അപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം വൈരുദ്ധ്യങ്ങൾ ലോകത്താകമാനമുണ്ട്. അത് ഭൗതിക മാറ്ററിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഈ സാമൂഹ്യ ശാസ്ത്രത്തിനകത്ത് അല്ലെങ്കിൽ ഉൽപാദന ബന്ധങ്ങളിൽ നമുക്കൊരു മുതലാളിയും തൊഴിലാളിയും.
മുതലാളിയും തൊഴിലാളിയും വൈരുദ്ധ്യങ്ങളാണല്ലോ. മുതലാളിൻ്റെ നേരെ വിപരീതമാണ് തൊഴിലാളി. അപ്പോൾ സ്വാഭാവികമായിട്ട് വൈരുദ്ധ്യം ഉണ്ടാവും. പക്ഷേ മാർക്സിസം പറയുന്നത് സമരത്തിൻ്റെയും അല്ലെ മുതലാളിയും തൊഴിലാളിയും തമ്മിൽ സമരങ്ങൾ ഉണ്ടാവും, സമരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഭാഗമായിട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഘട്ടത്തിൽ ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാണ് തൊഴിലാളിയും മുതലാളിയും തമ്മിൽ എങ്ങനെയാണ് ഐക്യം ഉണ്ടാകുന്നത്? അവിടെ എപ്പോഴും സമരമല്ലേ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ട്രേഡ് യൂണിയൻ മീറ്റിങ്ങിൽ പോകുന്ന ആ നിമിഷം ഒഴിച്ച് ബാക്കി മുഴുവൻ സമയവും മുതലാളിയുടെ ആവശ്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് തൊഴിലാളി. അയാളുടെ ഒരു ടൂളാണ് തൊഴിലാളി. അപ്പോൾ സമരത്തെക്കാളേറെ തൊഴിലാളി മുതലാളി ബന്ധത്തിനകത്ത് ഐക്യമാണ് കൂടുതലുള്ളത്. ആ ഐക്യം എപ്പോഴാണോ തൊഴിലാളിക്ക് ആ ഐക്യം പൊട്ടിക്കണമെന്ന് തോന്നുന്നത്, ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള കൂലി വർധനവ്. കൂലി നേരത്തെ ജോയിൻ ചേരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് കൂലി കിട്ടും, അത് സന്തോഷത്തോടുകൂടി ചേരും. പിന്നീട് വിലക്കയറ്റവും മറ്റു കാര്യങ്ങൾ ഉണ്ടാകാൻ നേരത്തുണ്ടാകുന്ന നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്ന തരത്തിലുള്ള ശമ്പളം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബം വികസിക്കുന്നതിന്, കല്യാണം, കുട്ടികൾ, മറ്റ് ചിലവുകൾ ഉണ്ടാകുമ്പോൾ കുടുംബം വികസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വരുമാനം ഇല്ലാതാവുമ്പോൾ ആണ് നമ്മൾ ട്രേഡ് യൂണിയനെ കുറിച്ച് ചിന്തിക്കുകയും ആ സമരം തുടങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ സമൂഹത്തിലായാലും പ്രകൃതിയിലായാലും വൈരുദ്ധ്യങ്ങളുണ്ട്. ആ വൈരുദ്ധ്യങ്ങളിൽ ചലനം അപ്ലൈ ചെയ്യുമ്പോഴാണ് പുതിയതുണ്ടാവുന്നത്. ഇതാണ് നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഞാൻ ഈ ഓരോ പോയിന്റ് പറയുമ്പോഴും നമ്മൾ ആദ്യം പോകേണ്ടത് അത്യാവശ്യമാണ്. എന്തുകൊണ്ട് ഞാൻ, അല്ലെങ്കിൽ ഈ ലോകം, എന്താണ് ഇതിൻ്റെ കാരണം എന്നുള്ള ചോദ്യത്തിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉത്തരം, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെ ഉണ്ടായി, ഭൂമിയിൽ വെള്ളം എങ്ങനെ ഉണ്ടായി എന്നുള്ളതെല്ലാം ചോദ്യത്തിന് ഉത്തരം ഈ ചലന സിദ്ധാന്തം വൈരുദ്ധ്യങ്ങളിൽ ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ഒന്നാമത്തെ ചലന സിദ്ധാന്തത്തിലെ ഒന്നാമത്തെ നിയമം എന്ന് പറയുന്ന വൈരുദ്ധ്യങ്ങളുടെ സമരവും ഐക്യവുമാണ് ഈ തരത്തിലുള്ള മാറ്റത്തിന് കാരണമെന്ന് കാണാനായിട്ടായിരിക്കുന്നു. സമരവും ഐക്യവും വൈരുദ്ധ്യങ്ങൾ. അതിലൊരു ഉദാഹരണം ഒന്ന് രണ്ടോ പറഞ്ഞിട്ട് പോകാം, ഏതാണ്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. ഇപ്പം മല ഉണ്ടെങ്കിൽ മാത്രമേ മഴ പെയ്യൂ, അല്ലാണ്ട് പെയ്യുന്നുണ്ട് അത് വേറെ കാര്യം. ഞാൻ പറയാം, ഇപ്പം ഈ കാർമേഘം പോയി മലയുടെ അടുത്ത് അല്ലെ ഉയരങ്ങളിൽ തട്ടുമ്പോഴാണ് അവിടെ വെള്ളം ഉണ്ടാവുന്നത്. ഘനീഭവിച്ച് വെള്ളം ആക്കി ഉണ്ടാവുന്നതെന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പം ആ നിലക്ക് വെള്ളം, മഴ എന്നുള്ള സംഭവങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് വൈരുദ്ധ്യങ്ങളുടെ ഭാഗമായിട്ടാണ്. ഇപ്പം പിന്നെ ചൂട്, രാവിലെ കരക്കാറ്റുണ്ടാകുന്നത്. ഇപ്പം നമ്മൾ കടപ്പുറത്തൊക്കെ കാണാൻ പറ്റുമല്ലോ, രാവിലെ ഈ കരക്കാറ്റ് വരും, കരയിൽ നിന്ന് കാറ്റ് കടലിലേക്ക് പോകും. കേരളത്തിലൊരു സ്ഥിതിയാണ് പറയുന്നത്, ഇവിടുത്തെ എനിക്കറിയില്ല. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പകൽ വെളിച്ചത്തിൽ, പകൽ സൂര്യൻ്റെ ചൂടോടുകൂടി ഭൂമി എളുപ്പം ചൂടാവുകയും, അല്ലെ എളുപ്പം ചൂടാവുകയും വെള്ളം സാവധാനം ചൂടാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ. അപ്പോൾ അത് സാവധാനം ചൂടാകുന്ന പോലെ സാവധാനം തന്നെയാണ് കടൽ വെള്ളം തണുക്കുക. അപ്പോൾ ഈ കരയും കടലും, അല്ലെങ്കിൽ സൂര്യനും പകലും രാത്രിയും എന്നുള്ള വൈരുദ്ധ്യങ്ങളാണ് ഈ കാറ്റിനെ ഉണ്ടാക്കുന്നത്. അത് അമിതമായ ചൂടുണ്ടാകുമ്പോഴാണ് ഈ സൈക്ലോണും മറ്റു കാര്യങ്ങളും മറ്റു പ്രശ്നങ്ങളും പ്രതിഭാസങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ കാറ്റുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഈ മർദ്ദം കുറഞ്ഞ സ്ഥലത്ത്, ആ മർദ്ദം കുറയുന്നത് ഊഷ്മാവിൽ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ വ്യത്യസ്ത ഭാഗമായിട്ടാണ്. കടൽ തണുക്കാൻ താമസിക്കും, അതുപോലെ തന്നെ ചൂടാവാനും താമസിക്കും. കര വളരെ എളുപ്പം ചൂടാവുകയും എളുപ്പം തണുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. പകലിന് ശേഷം രാത്രിയാകുമ്പോൾ എളുപ്പം തണുത്തു പോവുക. പിന്നീട് ഇവിടെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ ചൂടാവുകയും തണുത്ത പ്രദേശത്തേക്ക് അങ്ങനെ കാറ്റ് പോകുന്നതും വൈകിട്ട് തിരിച്ച് കാറ്റടിക്കുന്നതും ഒക്കെ നമ്മൾ പരിശോധിക്കേണ്ടത് ഈ വൈരുദ്ധ്യങ്ങളുണ്ട്. പകലും രാത്രി എന്നുള്ള വൈരുദ്ധ്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാറ്റുണ്ടാവുന്നത്. എല്ലാ സമയവും സൂര്യൻ്റെ വെളിച്ചം കിട്ടുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് അതേ അവസ്ഥയിൽ നിൽക്കും. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ ചലനം മാത്രമല്ല, സൂര്യൻ്റെയും ഭൂമിയുടെയും ചലനത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന വൈരുദ്ധ്യങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റമാണ് മഴയും കാറ്റും അതുപോലുള്ള മറ്റ് പ്രതിഭാസങ്ങളും ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഓരോന്നും കുറേ വിശദമായിട്ട് നമുക്ക് ആണെങ്കിൽ നമ്മൾ സമയം അനുവദിക്കില്ല. ഇപ്പം തന്നെ ഏതാണ്ട് 1 മണിക്കൂർ ആവാൻ വേണ്ടി പോകുന്നു. ഇത്രയാവുമെന്ന് ഞാൻ വിചാരിച്ചല്ല. അപ്പോൾ മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് അളവിലുണ്ടാവുന്ന മാറ്റം ഗുണത്തിലുണ്ടാവുന്ന മാറ്റവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചലന സിദ്ധാന്തത്തിൻ്റെ 2ാമത്തെ നിയമം എന്ന് പറയാവുന്ന ഒരു സംഭവം എന്താണ്? അളവിലുള്ള മാറ്റം
ഗുണത്തിലുണ്ടാകുന്നത്. അത് നമുക്ക് ഏതാണ്ട് എല്ലാവർക്കും അറിയാം. വെള്ളം തിളക്കും, ചൂടാക്കും തോറും അതിൻ്റെ ആദ്യം ചെറുങ്ങനെ തിളക്കും, പിന്നീട് 100 ഡിഗ്രി എത്തുമ്പോൾ നല്ല രീതിയിൽ ആദ്യം ചെറുങ്ങനെ ചൂടായി ഒരു 100 ഡിഗ്രി എന്നുള്ളത് 100 ഡിഗ്രി അടുത്തെത്തുമ്പോൾ ഈ തിളക്കാൻ വേണ്ടി തുടങ്ങും. അതുവരെ നമുക്ക് പ്രത്യക്ഷത്തിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല. കാഴ്ചയ്ക്ക് തൊട്ട് നോക്കിയാൽ ചിലപ്പം ചൂട് വ്യത്യാസം ഉണ്ടാവാം, ഊഷ്മാവിലെ വ്യത്യാസം. അതിന് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വളരെ പെട്ടെന്ന് ഈ പതച്ച് പൊങ്ങുന്ന ഒരവസ്ഥ. പാലൊക്കെ ആണെങ്കിൽ, വെള്ളമാണെങ്കിൽ അങ്ങനെ പൊങ്ങി തൂവില്ല, ആ നിലക്കുള്ള ഒരവസ്ഥ കാണാൻ പറ്റും. ഇത് ചൂടിലുണ്ടാകുന്ന, ടെമ്പറേച്ചറിലുണ്ടാകുന്ന മാറ്റമാണ്, ഊഷ്മാവിലുണ്ടാകുന്ന മാറ്റമാണ് ഈ വെള്ളത്തിനെ ഈ അവസ്ഥയിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നീരാവി കൊണ്ട് ആവിയന്ത്രം എന്നുള്ളൊരു സങ്കല്പം മനസ്സിൽ വന്നാൽ തന്നെ ഇതെത്രമാത്രം ഗുണമുണ്ടാക്കുന്നെന്ന് മനസ്സിലാക്കി നോക്കണം. വെള്ളത്തിന് തീപിടിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ, വെള്ളം തീപിടിച്ച് കത്തിപ്പോകുക എന്ന് പറയുന്ന ഒരു പ്രയോഗം പോലെയാണ്. ടൺ കണക്കിന് ഭാരമുള്ള ട്രെയിനിനെ, പഴയ തീവണ്ടിയെ വലിച്ചു കൊണ്ടുപോയത് ഈ ആവിയന്ത്രങ്ങളാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വെള്ളത്തിന് ഒരു കൃത്യമായ അളവിൽ ഊഷ്മാവ് കൂട്ടിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ഗുണവശം എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പമ്പിച്ചിരുതൽ ഗുണമാണ്. അതുപോലെ എണ്ണത്തിലുള്ള മാറ്റം, അതാണ് അതിൻ്റെ ചുരുക്കം. എണ്ണത്തിലുള്ള മാറ്റം ഗുണത്തിൽ പ്രതിഫലിക്കുന്നുള്ളതാണ് ഈ നിയമം. ഈ നിയമം എന്തിനാ പറയുന്നത് പിന്നീട് പരിശോധിക്കാം. ഇത് ഏറ്റവും ചുരുങ്ങിയ പക്ഷം പറയുകയാണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ ഈ വാഷ്, അല്ലെങ്കിൽ ഞങ്ങളെ ഈ മലപ്പുറത്തൊക്കെ ആദ്യ ഒരു ഭാഗത്തൊക്കെ കാണുന്ന ഒരു സാധനം ഉണ്ടല്ലോ പ്രശാന്തേ, നമ്മളെ ഈ വാറ്റ് പല പ്രദേശത്തുണ്ട്. ഞാനൊരു ഏതെങ്കിലും പ്രദേശത്തിന്, ഇപ്പോൾ കഥാപ്രസംഗക്കാർ പറയും പോലെ നമ്മുടെ സ്വന്തം പ്രദേശത്തെ കുറിച്ച് അല്ലാണ്ട് ആരാൻ്റെ പ്രദേശത്തെക്കുറിച്ച് പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ എടുത്ത് പറഞ്ഞതാണ്. ഈ വാഷ്, അതുപോലെ അതിന് കോട എന്നൊക്കെ പല ഭാഗത്തും പലതും പറയും. അത് ഒരു ദിവസമൊക്കെ ചില ഫലങ്ങളും പഴങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ച് അതിനകത്ത് കുറച്ച് ഈസ്റ്റ് വിട്ട് അവിടെ വെച്ച് അന്നേരം തന്നെ എടുത്ത് വാറ്റി നമ്മൾ ഒരു ഫിൽറ്ററിനെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഉപയോഗശൂന്യമായ ഒരു വസ്തുവാണ് കിട്ടുക, ഈ ഈസ്റ്റും ഇതുമെല്ലാം കുടിക്കുക. അതേസമയം ഒരു ദിവസം കഴിഞ്ഞ് അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഏത് റാക്ക്, ആ റാക്ക് ഉണ്ടാക്കുന്ന ഗുണം, അത് നെഗറ്റീവായ ഒരു ഗുണമാണെങ്കിൽ പറയാം, അതിൻ്റെ മാറ്റം. അതുപോലെ തന്നെ ഈ 1 ഉറുപ്പ്യയും 5 കോടി ഉറുപ്പ്യയും തമ്മിലുള്ള വ്യത്യാസം. ഒരു ദിവസേന ഓരോ ഉറുപ്പ്യ കിട്ടിയാൽ അത് ഒന്നുമല്ല. എന്നാൽ ഒരു ദിവസം 5 കോടി ഉറുപ്പ്യ ഒന്നിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്, ഞാൻ എൻ്റെ ചുരുക്കി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്, സമയം പോയതുകൊണ്ട്. ഇപ്പോൾ ഒരു 200 ഉറുപ്പ്യൻ്റെ ഓണം ബമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിക്കുമെന്നുള്ള പ്രതീക്ഷയില്ല, അടിച്ചു കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ചില ആശ്വാസ സമ്മാനങ്ങളുണ്ടല്ലോ, ചിലപ്പം 200 ഉറുപ്പ്യ തന്നെ കിട്ടും, നമ്മൾ മുടക്കിയ മുതൽ തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ പിന്നെയും 2-3 ടിക്കറ്റ് എടുക്കും. അതേസമയത്ത് ഈ അടിച്ചവൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതേ പേപ്പർ കൊണ്ട് തന്നെ, ഇതേ 200 ഉറുപ്പ്യ കൊണ്ട് തന്നെ 5 കോടിയോ അല്ലെങ്കിൽ എത്രയോ, ഇപ്പം വലിയ കോടിയിലും കൊടുക്കുന്നുണ്ടല്ലോ, കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഇതിനെല്ലാം ഉപരിയായി ആവി, നമ്മളെ ടൺകണക്കിനുള്ള തീവണ്ടീനെ വലിച്ചു കൊണ്ടുപോകാൻ ലോകത്തെ ആകെ മാറ്റിമറിച്ച വ്യാവസായ വിപ്ലവത്തിന് അടിത്തറ ഉണ്ടായത് ആവിയന്ത്രമാണ്. ആ വെള്ളത്തിലെ ഊഷ്മാവിൻ്റെ മാറ്റമാണ് ഈ തരത്തിലുള്ള ഗണ്യമായ മാറ്റം ഉണ്ടാക്കിയെന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ സമയം നോക്കാൻ പറ്റുകയോ 3 മിനിറ്റിലേറെ ആയിപ്പോയി മേലത്തെ മെസ്സേജ്, എന്തായാലും സോറി. അപ്പോൾ ഈ മാറ്റങ്ങൾ, ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, പ്രകൃതിയിലുണ്ടാക്കിയ മാറ്റങ്ങൾ, ചൂടിലും ഊഷ്മാവിലും മറ്റ് പ്രകൃതിയുടെ പ്രതിഭാസങ്ങളും ഉണ്ടാക്കിയിട്ടുള്ള മാറ്റങ്ങൾ. ഇപ്പോൾ മണലുണ്ടായത് നമുക്കറിയാം, ഈ കാലാകാലങ്ങളിലായി ചെറിയ രീതിയിൽ കാറ്റും മഴയും കൊണ്ടാണ്, പാറ പൊടിഞ്ഞാണ് മണലുണ്ടായെന്നെല്ലാം പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ പ്രകൃതിയിലെ ഇന്നത്തെ അവസ്ഥയിൽ, അല്ലെങ്കിൽ മനുഷ്യൻ എന്താണ്, ഞാനെന്താണ്, നിങ്ങളെന്താണ് എന്നതിനുള്ള ഉത്തരമാണ് ഈ പറഞ്ഞ രണ്ടാമത്തെ നിയമം. ഏത്? ഗുണപരമായ അളവിലുണ്ടാകുന്ന മാറ്റം, ഗുണപരമായ മാറ്റം. ഇതിൽ വിപ്ലവത്തിൻ്റെ എല്ലാം ഉദാഹരണം പറയാനുണ്ട്, പലരും നിങ്ങളെല്ലാം യൂട്യൂബ് കേട്ടിട്ടുണ്ടാവും, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ നടത്തുന്നതെല്ലാം വിപ്ലവ പ്രവർത്തനമാണ്. അവസാനം വിപ്ലവത്തിൻ്റെ അൾട്ടിമേറ്റിൽ അവസാനമാണ് ഒരു വമ്പിച്ച ശക്തി, എല്ലാവരും ഒരുമിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഈ ഏത് ഭരണകൂടത്തിനെ താഴെയിറക്കാമെന്നുള്ള ആ സാധനം എല്ലാം ഈ പറഞ്ഞ നിയമത്തിൻ്റെ ഭാഗമായി, സാമൂഹിക നിയമത്തിൻ്റെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ്. പിന്നെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മാർക്സിസ്റ്റ് ദർശനത്തെക്കുറിച്ച്.
പക്ഷെ അത് പറയുന്നതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് വിശാലമായി പോയി. അത് എത്രയോ വിശാലമാകുന്നു അത്രയും മാർക്സിസ്റ്റ് ദർശനം പഠിക്കുന്നതിൽ ഗുണം ആകുന്നുള്ളത് കൊണ്ടാണ് പറയാൻ വേണ്ടി ശ്രമിച്ചത്. എത്രത്തോളം സഖാക്കളിൽ അത് എത്തിയിട്ടുണ്ടെന്ന് നിശ്ചയമില്ല. ഏതായാലും ഇനി അവസാനത്തെ നിയമം എന്ന് പറയുന്നതാണ് നിഷേധത്തിൻ്റെ നിഷേധം, നെഗേഷൻ ഓഫ് നെഗേഷൻ എന്ന് പറയുന്ന സാധനം. അത് കുറച്ചുകൂടിയും മുട്ടയാണോ കോഴിയാണോ ആദ്യം ഉണ്ടായെന്നുള്ള ചില ചോദ്യം, ആശയവാദികളുടെ ചോദ്യത്തിന് മുമ്പിൽ ഒന്ന് അമാന്തിച്ചു പോകുന്ന കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മറുപടി പറയാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് ഈ നിഷേധത്തിൻ്റെ നിഷേധം. അത് എത്രത്തോളം നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടി കഴിയുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒരു കോഴിമുട്ടയെ നിഷേധിച്ചുകൊണ്ടാണ് കോഴിക്കുഞ്ഞുണ്ടാവുന്നത്. എന്നാൽ മൊത്തം നിഷേധിക്കുന്നില്ല. മുട്ടയുടെ പുറന്തോട് പൊളിക്കുകയും തോടില്ലാതെ മുട്ട പുറത്തേക്ക് വരികയും ചെയ്യണം. അതുപോലെ പയറുമണി, നമ്മൾ നെൽവിത്തായാലും ശരി, ഒരു നെൽവിത്ത് കൊണ്ട് അനേകം നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരവസ്ഥയുണ്ട്. അവിടെ നെല്ല് എന്നുള്ള വിത്ത് എന്നുള്ള സാധനത്തിനെ നിഷേധിച്ചുകൊണ്ട് ചെടി മുളക്കുകയും അല്ലെങ്കിൽ കോഴി ഉണ്ടാവുകയും നേരത്തെ മുട്ടയ്ക്കകത്തുണ്ടായിരുന്ന വിവിധങ്ങളായ ഘടകങ്ങൾ അല്ലെങ്കിൽ തള്ളക്കോഴിയുടെ കൊക്ക് എന്നുള്ള സാധനം, ചിറക് എന്നുള്ള സാധനം, അതുപോലെ കാലുകളുടെ രീതി, ഇതൊക്കെ മുഴുവൻ നിഷേധിക്കുന്നില്ല. ഇതൊക്കെ അവശേഷിക്കുന്നുണ്ട്. കൊക്കുണ്ട്, തൂവലുണ്ട്, കാലുകളുണ്ട്. ഇനി കുറേ മാനറിസവും, നമ്മളിപ്പം ഇപ്പോഴത്തെ ഒരു രീതി ഉണ്ടല്ലോ മാനറിസം, പൂച്ച കാട്ടിക്കുന്ന, അത് ഏത് വൻകരയിലെ ആയാലും ഇതിങ്ങനെ മണൽ മാന്താൻ വേണ്ടി ശ്രമിക്കുകയെ, കോൺക്രീറ്റ് തറയിൽ പോലും മാന്തുന്ന ഒരു രീതി. അത് കോഴി ചെയ്യാൻ പഠിക്കുന്നത് അമ്മച്ചു നിന്ന് പഠിപ്പിക്കുന്നൊന്നുമല്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നിഷേധിക്കാതെയും എന്നാൽ പുതിയതിനെ ഉൾക്കൊള്ളാൻ വേണ്ടി ഏറ്റവും ഉണ്ടായിട്ടുള്ള ഈ പുറന്തോടിനെ തകർക്കുകയും ഈ മുട്ടത്തോട് എന്നുള്ള സാധനം ഇല്ലാതാക്കുകയും കോഴിയായി മാറുന്ന സാധനമാണ് നിഷേധത്തിൻ്റെ നിഷേധം. അത് കുറച്ചും കൂടിയും വിശദമായി പറയേണ്ടതാണ്. ഏതാണ്ട് സമയം ഒരു മണിക്കൂറിലേറെ ആയതുകൊണ്ടും അതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അത് സഖാക്കൾ തന്നെ വീണ്ടും പഠിക്കണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പം നിഷേധം ഇപ്പം ഹെഗലെല്ലാം പറഞ്ഞത് ഈ കോഴിമുട്ടേൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ്, അല്ല ഈ പയർമണിയുടെ ഉദാഹരണം. അതുപോലെ കുറേ ഉദാഹരണങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഇതാണ് പൊതുവിൽ മാർക്സിസ്റ്റ് ദർശനത്തെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ വിട്ടുപോയ 1-2 കാര്യങ്ങൾ ഈ ഹെഗലും ഫെയർബാഗും ആയിട്ടുള്ളതാണ്. ഇപ്പം പലതും നമ്മുടെ യൂട്യൂബിൽ ലഭ്യമാണ്. നമ്മുടെ ഈ MS ദവാസിനെ പോലെയുള്ള ആളുകൾ എഴുതിയ ബുക്കുകളുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതിലൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഗ്രഹിക്കാൻ കഴിയുന്നതാണെങ്കിൽ പോലും ഹെഗൽ യങ് ഹെഗേലിയൻ എന്നാണ് മാർക്സിനെ കുറിച്ച് നേരത്തെ പറയേണ്ട ഒരു കാര്യമാണ്. ക്ഷമിക്കണം സഖാക്കൾ. മാർക്സും ആംഗൽസും ഒക്കെ തന്നെ യങ് ഹെഗേലിയൻ എന്ന നിലക്കാണ് അറിയപ്പെട്ടിട്ടുള്ളത്. പക്ഷെ ആ മാർക്സിനെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ നിഷേധത്തിൻ്റെ നിഷേധം തന്നെയാണത്. ഹെഗലിനെ പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. എന്നാൽ ഹെഗലിനുണ്ടായിരുന്നുള്ള ദോഷങ്ങളെ, ആ പണിക്കുറ്റം മാറ്റി നിർത്തുക എന്നുള്ളതാണ് മാർക്സ് ചെയ്തിട്ടുള്ളത്. ഞാനിത് നിഷേധത്തിനോടനുബന്ധിച്ച് തന്നെ പറയണമെന്ന് ഉദ്ദേശിക്കുകയാണ്. എന്താണ് കാരണം? യങ് ഹെഗേലിയൻ എന്നറിയപ്പെട്ട ഹെഗലിൻ്റെ ആരാധകരായിട്ടുള്ള ഇവർ ഫെയർബാഗിനെ പഠിച്ചപ്പോഴാണ് ഈ ഹെഗലിന് പറ്റിയ പിഴവുകൾ മനസ്സിലാക്കുന്നത്. ഫെയർബാഗ് ആശയത്തെ മുഴുവനും തള്ളിക്കഴിഞ്ഞുകൊണ്ട് കേവല ഭൗതികവാദിയായിരുന്നെങ്കിൽ ഹെഗൽ ഭൗതികവാദിയും തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളൊക്കെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഹെഗൽ വലിയ ആത്മീയവാദിയൊന്നുമല്ല. പക്ഷെ മാർക്സിസം പറയുന്നത് അയാൾ ആത്മീയവാദിയാണെന്ന്. എന്താ കാരണം? ഇതൊക്കെ ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ദർശനങ്ങൾ, നമ്മളിപ്പോൾ മാർക്സിസ്റ്റ് ദർശനങ്ങളിൽ പഠിച്ച വൈരുദ്ധ്യാത്മിക ഭൗതികവാദം ഒക്കെ അംഗീകരിക്കുമ്പോൾ അവസാനത്തെ ചോദ്യത്തിന്, എന്നാൽ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന്, അത് നമ്മളൊരു ശാക്തി, ദൈവം പോലോ ക്രിസ്തുവെന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രവാചകനെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും എന്നല്ല, ഒരു ശക്തി ആണ് ആദ്യം ഇതുണ്ടാക്കിയത് എന്നുള്ള ഒരു ഉത്തരം പറഞ്ഞു പോയത് കൊണ്ടാണ് ഈ ഹെഗലിനെ നമ്മൾ ഈ ആശയവാദി എന്ന് പറയുന്നത്.
അല്ലാണ്ട് അയാൾ ആകെ മൊത്തം ആശയവാദിക്കാരനാണെന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തില്ല. പക്ഷേ പൊതുവിൽ മാർക്സിസ്റ്റുകാർ കാണുന്നത് മാർക്സിസ്റ്റ് ദർശനം ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഹെഗൽ ആശയവാദിയാണെന്ന് പറയും. മാർക്സ് ചെയ്തത് എന്താണ്? ഹെഗലിൻ്റെ ഈ സാധനങ്ങളെ മൊത്തം സ്വീകരിക്കുകയും സംശീകരിക്കുകയും അതിൻ്റെ കുഴപ്പങ്ങൾ മാറ്റി നിർത്തുകയും ചെയ്തു. അല്ലെങ്കിൽ മാർക്സ് തന്നെ പറഞ്ഞതുപോലെ തല കുത്തനെ തിരിഞ്ഞുണ്ടായിരുന്ന ദർശനത്തെ, ഹെഗലിൻ്റെ ദർശനത്തെ നേരെ വെച്ചു എന്നുള്ളതാണ്. എന്താ തലകുത്തന എന്നുള്ളത്? ഹെഗൽ പറഞ്ഞിരുന്നത് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത് ഒരു ശക്തിയുണ്ട്. ആ ശക്തി എന്ന് പറയുന്ന ആശയത്തിൻ്റെ മുകളിലാണ് ബാക്കി എല്ലാം സുദൃഢമായത്. ഈ നിയമങ്ങളൊക്കെ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ ബാക്കി മുഴുവൻ നിയമങ്ങളും അയാൾ കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്നത്. പക്ഷേ അടിത്തറ ഈ പറഞ്ഞ ആശയവാദമായി പോയി. അത് തള്ളിക്കളയാതിരിക്കാൻ വഴിയ. എന്തുകൊണ്ട് തള്ളിക്കളയുക? ഈ അടിത്തറ ഗുണമില്ലെങ്കിൽ മേൽത്തറ അടിഞ്ഞു പൊളിഞ്ഞു വീഴുമല്ലോ. അപ്പം ഹെഗലിനെ തമാശാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് യങ് ഹെഗലിൻ നിലക്ക് ഹെഗലാവുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്താണ് മാർക്സിസ്റ്റ് ദർശനം പുഷ്ടിപ്പെടുത്തിയെന്ന് കാണാൻ വേണ്ടി കഴിയും. ഈ നിന്ന സംഭവം എല്ലാം ഒരു ചിന്ത എന്നുള്ളത് മാർക്സ് തല തിരിച്ചു വെച്ചു. എങ്ങനെ തിരിച്ചു വെച്ചു? ഈ തലച്ചോറ് എന്നുള്ളത് ഒരു ഭൗതിക വസ്തുവാണ്, മാറ്ററാണ്. നേരത്തെ പറഞ്ഞ മാറ്ററുണ്ടല്ലോ, ആ മാറ്റർ നമ്മുടെ തലയിലുള്ളതാണ്. ആ തല ചിന്തിക്കുന്നത് കൊണ്ടാണ് ആശയങ്ങൾ ഉണ്ടാവുന്നത്. മാർക്സിൻ്റെ തലയില്ലെങ്കിൽ മാർക്സില്ല. ഗാന്ധിയുടെ ഈ തലച്ചോറില്ലെങ്കിൽ ഗാന്ധിയും ഇല്ല. ഗാന്ധി സായിട്ട് നിലനിൽക്കാൻ പറ്റില്ല. ഗാന്ധിയാണ് അതിൻ്റെ അടിത്തറ. ഗാന്ധി എവിടെ നിന്നെല്ലാം അല്ലെങ്കിൽ മാർക്സ് എവിടെ നിന്നെല്ലാം ഇത് സംശീകരിച്ചു എന്നുള്ളത്, ആ സംശയിച്ചത് മാറ്ററായിട്ടുള്ള തലച്ചോറിലാണ്. ഇപ്പോൾ പുതിയ ആധുനിക ശാസ്ത്രം പറയുന്നത് ഈ തലച്ചോറ് ചിന്തിക്കുമ്പോൾ അതിൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ പല ഭാഗങ്ങളും പലതായിട്ടാണ് പല ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നതെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം മാറ്ററാണ് ബേസ്. അതുകൊണ്ട് തന്നെ ഹെഗല് തെറ്റുമാണ്. എന്നാൽ ഫെയർബാഗിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളോടൊപ്പം തന്നെ അയാൾ ഈ മുഴുവനായി ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. ആശയവാദത്തിനെ മുഴുവനും തള്ളിക്കളഞ്ഞുകൊണ്ട് യാന്ത്രിക ഭൗതികവാദി എന്നാണ് ഫെയർബാഗിനെ കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിലും നിഷേധത്തിൻ്റെ നിഷേധവും പഴയതിനെ മൊത്തം നിഷേധിച്ചു കൊണ്ടല്ല, ആവശ്യമുള്ളത് തിരിച്ച് എടുക്കുകയും ഹെഗലിൽ നിന്നുള്ളത് ആവശ്യമായി എടുക്കുകയും ചെയ്ത് അതിനെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് മാർക്സിയൻ ദർശനത്തിൽ കൂടി അഥവാ വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൽ കൂടി ശ്രമിച്ചിട്ടുള്ളതെന്ന് കാണാൻ വേണ്ടി കഴിയും. വൈരുദ്ധ്യാത്മിക ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ബന്ധങ്ങളെയും ചരിത്രത്തെയും പരിശോധിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മാർക്സിയൻ ദർശനം ഡയലക്റ്റിക് മെറ്റീരിയലിസം എന്നുള്ള ആ ഒരു സാധനം കണ്ണട വെച്ചുകൊണ്ട് കഴിഞ്ഞകാല ചരിത്രങ്ങളെ വീക്ഷിക്കുമ്പോഴാണ് ചരിത്രപരമായ ഭൗതികവാദം എന്ന ഒരു ശാസ്ത്രശാഖ തന്നെ ഉരുത്തിരിഞ്ഞു വരുന്നത് കാണാൻ വേണ്ടി പറ്റും. ഇന്നത്തെ വിഷയം ദർശനങ്ങളായതുകൊണ്ട് അതും കൂടി വേണേൽ ഉൾപ്പെടുത്താം. പക്ഷേ സമയം നമ്മളെ സഖാക്കളുടെയും എൻ്റെയും സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. കുറഞ്ഞ പക്ഷം ഈ ചരിത്രപരമായ ഭൗതികവാദം മാർക്സിസ്റ്റ് വിരുദ്ധർ പോലും ചരിത്ര രചനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചെന്ന് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാമൂഹിക ഉൽപാദന ബന്ധങ്ങളിൽ ഇതുവരെ എഴുതപ്പെട്ട ചരിത്രം, നേരത്തെ മാർക്സ് നേരെ പറഞ്ഞത് മനുഷ്യരാശിയുടെ ചരിത്രം എന്ന് പറയുകയും ഈ പറഞ്ഞ സാധനത്തിന് രണ്ടാം പതിപ്പിന് ജർമ്മൻ പതിപ്പിന് എഴുതിയ മുഖവരയിലാണ് എഴുതപ്പെട്ട എന്ന ഭേദഗതിയോടുകൂടി കൃത്യമാണത്. എഴുതപ്പെട്ട ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണെന്ന് പറയുന്നത് മാർക്സിസ്റ്റ് ദർശനം സാമൂഹ്യ ദർശനത്തിനകത്ത് അല്ലെങ്കിൽ സാമൂഹ്യ ചലനങ്ങൾ നിയമത്തിനകത്ത് അപ്ലൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു ശാസ്ത്ര ശാഖ, ദർശന ശാഖ തന്നെയാണ് ചരിത്രപരമായ ഭൗതികവാദം എന്നുള്ളത്. അതിനെ കുറച്ചും കൂടി വിപുലമാക്കി പറയുന്നതാണ് അടിത്തറ മേൽക്കൂര സിദ്ധാന്തം. ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചത്, അടിത്തറക്കനുസരിച്ച് മാത്രമേ മേൽക്കൂര ഉണ്ടാവൂ. അടിത്തറക്കനുസരിച്ച് എങ്ങനെയാണ് മേൽക്കൂര ഉണ്ടാവുക? നമ്മുടെ ഉൽപാദന ബന്ധങ്ങൾ ഏതാണോ അതിനനുസരിച്ചിട്ടുള്ളതാണ് നമ്മുടെ ആശയങ്ങളും നമ്മുടെ മതങ്ങളും നമ്മുടെ ജീവിത രീതിയും എല്ലാം ഉണ്ടാവുന്നതാണ്.
അതുകൊണ്ടാണ് പ്ലാറ്റോവും സോക്രട്ടീസും അരിസ്റ്റോട്ടിലും, ഞാൻ തലതിരിച്ചാണ് ഞാൻ പറഞ്ഞത്, അരിസ്റ്റോട്ടിൽ, സോക്രട്ടീസ്, പ്ലാറ്റോ എന്നൊക്കെയാണ് കാലക്രമം. ഇവരൊക്കെ തന്നെ അടിമ സമ്പ്രദായത്തെക്കുറിച്ചൊന്നും, കൊടിക്കുത്ത് നിന്ന് അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് മനുഷ്യൻ്റെ നന്മക്ക് വേണ്ടിയും മറ്റു എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നെങ്കിൽ പോലും അടിമത്തത്തിനെതിരെ ഈ പറഞ്ഞ അരിസ്റ്റോട്ടിൽ പ്രവൃത്തികൾ, അല്ലെങ്കിൽ അങ്ങനെ പറയില്ല ജമസലം, അങ്ങനെയുള്ളവർ ഇത് അടിമത്തത്തെക്കുറിച്ച് പരിശോധിച്ചില്ല. കാരണം അടിമത്തം അത് നിയമവിധേയമാണ് അക്കാലത്ത്. അതുകൊണ്ട് തന്നെ അതിലൊരു അപകടം ഇവർ ആരും കണ്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അടിത്തറ ഏതാണോ അതിനനുഗുണമായ മേൽക്കുരയേ ഉണ്ടാവുള്ളൂ. ഇന്ത്യയുടെ അടിത്തറ ഞാൻ പാർട്ടി പരിപാടിയിലൊക്കെ പറയുന്നവർ പഠിച്ചതുപോലെ ജന്മി ബൂർഷ്വ, ഈ ഫ്യൂഡലിസ്റ്റ് തലത്തിലുള്ള, അല്ലെങ്കിൽ പൂർണ്ണമായും മുതലാളിത്ത അവസ്ഥ ഇല്ലാത്ത ഫ്യൂഡലിസത്തിൻ്റെ ബാക്കി പത്രങ്ങളിൽ നിർത്തിക്കൊണ്ട് വിദേശ ഫിനാൻസുമായി ഇടപെട്ടുകൊണ്ട് നടക്കുന്ന ഒരു സ്ഥലത്ത് ഈ തരത്തിലുള്ള ഒരു മേൽക്കൂരയാണ് പാകം എന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. ഇത്തരത്തിൽ 3 ചലന നിയമവും സിദ്ധാന്തവും അതിൻ്റെ 3 നിയമങ്ങളെക്കുറിച്ചും സംക്ഷിപ്തമായാണ് പറഞ്ഞതെങ്കിലും ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പാളിപ്പോയിട്ടുണ്ട്. കുറച്ചേറെ പറയണമെന്നുണ്ടായിട്ടുണ്ട്, അതൊന്നും കഴിയാത്തൊരവസ്ഥയുണ്ട്. ഏതായാലും ശരി, കുറച്ചേറെ കാര്യങ്ങൾ പറഞ്ഞതെന്നാണ് ധരിക്കുന്നത്. സാക്കിൾ ഇതിനെ എങ്ങനെ കാണും എന്നെനിക്കറിയില്ല. ഇപ്പം ഇന്ത്യൻ ദർശനത്തെക്കുറിച്ച് ഒക്കെ ദേവി പ്രസാദ് ചതോപാധ്യായും കെ ദാമോദരനെ പോലെയുള്ള ആളുകളാണ് കാര്യമായി എഴുതിയിട്ടുള്ളത്. സഖാക്കൾ അതൊക്കെ തേടിപ്പിടിച്ച് വായിക്കണം എന്നാണ് പറയാനുള്ളത്. ഇ.എം.എസിന് അതിലേറെ ചെയ്യാൻ വേണ്ടി കഴിയുമായിരുന്നു. സഖാവിൻ്റെ കൃത്യാന്തര ബാഹുല്യം കൊണ്ട് അതിലേറെ മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടത് കൊണ്ട് ഇന്ത്യൻ ദർശനത്തെക്കുറിച്ച് ആ നിലക്ക് പ്രതിപാദിച്ചിട്ടില്ല എന്ന് കാണണം. ദേവി പ്രസാദ് ചതോപാധ്യായ, അതുപോലെ മലയാളിയായ കെ ദാമോദരൻ. നമുക്കറിയാം, ഈയിടെ കെ ദാമോദരൻ ആരാണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. JNUവിൽ പ്രത്യേക പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ താമസിച്ച് ഇടക്കാണ് കെ ദാമോദരൻ മരിച്ചു പോയിട്ടുള്ളത്. ക്യാൻ പണിക്കരെ സഹമുറിയനായിരിക്കുമ്പോഴാണ് കെ ദാമോദരൻ എന്ന മഹാനായ ദാർശനികൻ മരിച്ചുപോയത്. ഞാൻ അയാളെ ദർശനത്തിൻ്റെ കാര്യം പറയല്ല. ഇന്ന് പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ ദർശന ശാഖയെ ഇന്ത്യയുടെ സവിശേഷമായ രീതിയിൽ ഭാരതീയ ദർശനങ്ങളെ ചോദ്യം ചെയ്യാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ നിലക്ക് അവഗാഹമില്ലാതെ ഇന്ത്യയെപ്പോലൊരു രാജ്യത്ത് രാഷ്ട്രീയ പ്രവർത്തനം, ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം ഫലപ്രദമാകില്ല എന്ന് സഹാക്കൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതിലേക്ക് കുറച്ച് ഏറെ മറ്റു പലരും ചെയ്യുന്നതിലുപരിയായി ഞാൻ കുറച്ച് ഭാരതീയ ദർശനത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യാൻ വേണ്ടി ആലോചിച്ചത്. അത് എത്രത്തോളം നിങ്ങളിൽ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല. എങ്കിലും ഇതുപോലുള്ള ബുക്കുകളൊക്കെ വായിച്ചുകൊണ്ട് ഇതിനെ പരിപൂർണമായി പൂർത്തീകരിക്കണം എന്ന് മാത്രമാണ് അത് വെച്ച് പറയാനുള്ളത്. ഒരു കാര്യം കൂടിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ഒന്ന് പറയാനുള്ളത്, മാർക്സിസം ലെനിനിസം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് സാഹിത്യം മുഴുവനായി പഠിച്ച് പഴയ കാലത്ത് പാർട്ടിക്കകത്ത് സ്റ്റഡി ക്ലാസ്, പിന്നെ എൻ്റെ കാലത്തൊന്നുമല്ല, സ്റ്റഡി ക്ലാസ് എന്നൊക്കെ ഉണ്ട്. ആ കിട്ടിയ ആളുകൾ ഏതെങ്കിലും ഒരു പരാജയം പാർട്ടിക്കോ മുന്നണിക്കോ ഗവൺമെൻറ്റിനോ അല്ലെങ്കിൽ നമ്മുടെ ആശയത്തിനോ ഒരു തിരിച്ചടി ഉണ്ടാവുമ്പോൾ ആകെ കാലിടറി പോകില്ല. അല്ലെങ്കിൽ വ്യക്തിപരമായി ഓരോരുത്തരും ഉന്നയിക്കുന്ന വിഷയങ്ങൾ തങ്ങളുടെ ഘടകങ്ങളിൽ നിരാകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന നിരാശ പുതിയ കാലഘട്ടത്തിൽ അത് പ്രധാനമാണ്. ആ നിരാശക്ക് ഇടമുണ്ടാവില്ല യഥാർത്ഥത്തിൽ ഈ ക്ലാസിക്കുകൾ പഠിച്ചു കഴിഞ്ഞാൽ. സഖാവ് VS അച്യുതാനന്ദനെ ഈ നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് അങ്ങേര് ആം ആദ്മി പാർട്ടിയിലേക്ക് ക്ഷണിച്ചപ്പം സഖാവ് VS പറഞ്ഞൊരു മറുപടിയുണ്ട്. മാർക്സിസം ലെനിനിസം പഠിച്ച എന്നെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ആം ആദ്മി പാർട്ടിയിലേക്ക് ക്ഷണിച്ചതെന്നുള്ളത്. സഖാവ് നേരിട്ട എല്ലാ വിഷയങ്ങളും ഞാൻ അതിലേക്കല്ല പോകുന്നത്. വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും മാർക്സിസം ലെനിനിസം നൽകിയ അടിസ്ഥാനം തത്വങ്ങൾ ഒരു പരാജയത്തിനോ ഏത് തരം തിരിച്ചടികൾക്കും പകരം വെക്കാൻ വേണ്ടി സധൈര്യം നേരിടാൻ വേണ്ടി നമ്മളെ പ്രാപ്തമാക്കുമെന്നുള്ള ഒരു തർക്കമില്ല. അത് എൻ്റെ ഈ ക്ലാസ്സല്ല. ഞാൻ ഈ ക്ലാസ്സിലൂടെ ശ്രമിച്ചത് സഖാക്കൾ അതിലേക്ക് എത്തണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. അതിന് ഉതകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ധന്യനാണ്. അപ്പോൾ ഇതിലൊരു പ്രകടനമില്ലാത്തതുകൊണ്ട് എന്നാണ് പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം കൂടി ഇവിടെ വായിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. സഖാവ് EMS
MS ദേവദാസിൻ്റെ മാർക്സിസ്റ്റ് ദർശനം എന്ന പുസ്തകത്തിന് അവതാരികയായി അവതാരിക എഴുതിയിട്ടുണ്ടായി. അതിലുള്ള ഒരു ഭാഗം മാത്രം വായിക്കുകയാണ്. മാർക്സിസ്റ്റ് ദർശനത്തിൻ്റെ അന്തസത്ത സ്വായത്തമാക്കിയിട്ടുള്ള ഏത് പ്രായോഗിക വിപ്ലവകാരിക്കും സൈദ്ധാന്തിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന വിപ്ലവകാരിയായ ഏത് ബുദ്ധിജീവിക്കും അവശ്യം ഉണ്ടായിരിക്കേണ്ട 3 സവിശേഷതകളുണ്ട്. ഒന്ന്, അവരുടെ പ്രപഞ്ചവീക്ഷണം വാദപരമായിരിക്കണം. ബുദ്ധിപരവും കലാപരവുമായതടക്കം മനുഷ്യൻ സമ്പാദിച്ചിട്ടുള്ള എല്ലാ സമ്പത്തുക്കളുടെയും ഉറവിടം ഭൗതിക പ്രപഞ്ചമാണെന്നതിനാൽ ആത്മീയ പ്രതിഭാസങ്ങൾക്ക് മുൻഗണന നൽകാനുള്ള ഏത് പ്രവണതയെയും വിട്ടുവീഴ്ച കൂടാതെ എതിർക്കണമെന്നാണ് ഒന്നാമതായി പറയുന്നത്. രണ്ടാമത്, ഭൗതിക പ്രപഞ്ചത്തിലും അതിൻ്റെ സൃഷ്ടിയായ വിചാരാദി മണ്ഡലങ്ങളിലും ദൃശ്യമാകുന്ന ഏത് പ്രതിഭാസത്തെയും പരിശോധിക്കാൻ വൈരുദ്ധ്യവാദത്തിൻ്റെ രീതി ഉപയോഗിക്കാൻ അവർ പഠിക്കണം. ഭൗതികമോ മാനസികമോ ആയ ഏത് പ്രതിഭാസത്തിൻ്റെയും ഉള്ളിൽ പ്രവർത്തിക്കുന്ന വിരുദ്ധ ശക്തികളുടെ ആഘാത പ്രത്യാഘാതങ്ങളും വിവിധ പ്രതിഭാസങ്ങൾ തമ്മിൽ നടക്കുന്ന സംഘട്ടനങ്ങളും നിമിത്തം ഭൗതിക പ്രപഞ്ചത്തിലും മാനസിക മണ്ഡലത്തിലും സാമൂഹിക ജീവിതത്തിലുമുള്ള സർവവും സദാ മാറിക്കൊണ്ടിരിക്കുകയാണെന്നതിനാൽ ചലനാത്മകമായി വേണം എല്ലാത്തിനെയും പരിശോധിക്കാനെന്നർത്ഥം. മൂന്നാമത്, ഇന്നത്തെ ലോകത്തിലെ വിധിനിർണായകമായ വൈരുദ്ധ്യം തൊഴിലാളി മുതലാളി വർഗങ്ങൾ തമ്മിലുള്ളതാണെന്നും കണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ അന്തിമ വിജയം ത്വരിതമാക്കുന്നതിന് വേണ്ട പ്രായോഗിക പ്രവർത്തനത്തിൽ അവർ സദാ നിരതരായിരിക്കണം. ഇതാണ് സഖാവ് EMS ഓരോ സഖാക്കളോടും ആഹ്വാനം ചെയ്തിട്ടുള്ളത് ഈ അവതാരികയിലൂടെ. നാം ഒക്കെ പല രീതിയിൽ ഈ പ്രസ്ഥാനത്തിനകത്ത് കടന്നു വന്നവരായിരിക്കാം. അത് പാരമ്പര്യമായിരിക്കാം, മറ്റൊന്ന് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ മനുഷ്യത്വപരമായ സമീപനങ്ങളും പ്രവർത്തനങ്ങളും കണ്ട് ആവേശം കൊണ്ട് കടന്നു വന്നവരാകാം. പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പാർട്ടിയും നടത്തുന്ന ക്ഷേമപ്രവർത്തനങ്ങളും മറ്റും കണ്ടുവന്നവരും എനിക്കെല്ലാം അറിയാം. ആ നിലക്കുള്ള ആളുകളുണ്ടാവാം. അവരൊക്കെ തന്നെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ EMS ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പറഞ്ഞ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അത് പ്രായോഗികമായി ജീവിതത്തിലും പ്രവർത്തനത്തിലും ഒതുങ്ങുന്ന രീതിയിൽ സഖാക്കൾ പ്രവർത്തിക്കണമെന്നാണ് പറയാനുള്ളത്. അപ്പം അതിൽ ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മുടെ മനസ്സിൽ ദ്വന്ദ്വാത്മത എന്ന് പറയുന്ന പോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആശയപരതയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഭൗതികതയും ഒക്കെ ഉണ്ടാവും. നാം ഇന്ന് വരെ അനുവർത്തിച്ചു വന്ന എല്ലാവിധ അനുഷ്ഠാനങ്ങളും മറ്റും ഒന്നും തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ദിവസം പെട്ടെന്ന് ആർക്കെങ്കിലും ഭൗതികവാദിയാവാൻ വേണ്ടി കഴിയില്ല. അതിനുള്ള ശ്രമം സഖാക്കൾ നടത്തണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഞാൻ ഈ ക്ലാസ് എത്രത്തോളം ഫലപ്രദമായി എന്ന് എനിക്കറിയില്ല. സഖാക്കൾ ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുമെങ്കിലും നിങ്ങളുടെ ഈ അഡ്മിനെ പ്രശാന്തിനെ പോലെയുള്ള ആളുകളിൽ നിന്ന് നിങ്ങളിൽ നിന്നുണ്ടാകുന്ന ഫീഡ്ബാക്ക് പിന്നീട് എനിക്ക് ഗുണം ചെയ്യും എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി മുഴുവൻ സഖാക്കളെയും മാസിൻ്റെ ഈ ഓർമ്മദിനത്തിൽ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് മാർക്സിസം വിജയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക.